പഞ്ചാബിലെ ചില പട്ടികജാതി സംഘടനകൾ ചേർന്ന് പഞ്ചാബ് ആൻഡ് ഹരിയാന കോടതിയിൽ ചോദ്യം ചെയ്യുകയും അത് റദ്ദാക്കുകയും ചെയ്തു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പഞ്ചാബ് ഗവൺമെൻറ് അപ്പീൽ പോയി. അപ്പീലിൽ ഈ വിഷയങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന അതേ സമയം തന്നെ പഞ്ചാബ് ഗവൺമെൻറ് ആ സർക്കുലറിൽ ഉണ്ടായിരുന്ന അതേ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തി. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ ആ വിഷയത്തിന് സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്താൻ പാടുണ്ടോ? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പ്രധാനപ്പെട്ടത്, ഇങ്ങനെ പഞ്ചാബ് ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമത്തിൻ്റെ സെക്ഷൻ 4(5) ഈ വാത്മീകി സമുദായത്തിനും സിഖ് സമുദായത്തിനും സംവരണം കൊടുക്കുന്നത്. ഇങ്ങനെ പ്രത്യേകമായി ചില വിഭാഗങ്ങൾക്ക് മാത്രമായി സംവരണം കൊടുക്കുന്നതിന് ഉണ്ടാക്കിയ നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുമോ? ഇതാണ് അടുത്ത ചോദ്യം. ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണുള്ളത്. അടുത്തത്, ഇങ്ങനെ നിയമനിർമ്മാണം നടത്താൻ പഞ്ചാബിന് അവകാശമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികജാതി ലിസ്റ്റ് പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരമാണ് വന്നത്. പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം വന്ന പട്ടികജാതി ലിസ്റ്റിൽ നിയമസഭയ്ക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ? ഇതുപോലെയുള്ള നിയമപരമായ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംവരണം കിട്ടിയോ, സംവരണം കിട്ടാത്ത വിഭാഗങ്ങളുണ്ടോ, സംവരണം അവർക്ക് പ്രത്യേകമായി കൊടുത്താൽ അവർക്ക് സാമൂഹ്യ പുരോഗതി ഉണ്ടാകുമോ, പട്ടികജാതിക്കാരിൽ വീണ്ടും പിന്നോക്കക്കാരുണ്ടോ എന്ന ചോദ്യമൊന്നുമല്ല ഇവിടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചർച്ചകളൊക്കെ നടത്തി. അതിൻ്റെ അടുത്തത്, വെദർ ദി ക്ലോസ് 4 ഓഫ് ആർട്ടിക്കിൾ 16 ഈസ് ആൻ എക്സെപ്ഷൻ ടു ക്ലോസ് 1. 16 ക്ലോസ് 4 എന്ന് പറയുന്നത് 16 ക്ലോസ് 1ൻ്റെ എക്സെപ്ഷൻ ആണോ? ഇപ്പോൾ 16 ക്ലോസ് 1 എന്താണ്, 16 ക്ലോസ് 4 എന്താണെന്ന് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. എങ്കിലും ഇന്ന് പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്. 16 ക്ലോസ് 1 എന്ന് പറയുന്നത് പൊതുജീവനം സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം, സർക്കാർ സർവീസുകളിൽ അവസര സമത്വം എന്നാണ് 16 ക്ലോസ് 1 പറയുന്നത്. അത് വിശദീകരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ, രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസ്, രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അതുപോലെ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമനത്തെയോ സംബന്ധിച്ച വിഷയത്തിൽ അവസര സമത്വം ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ സർവീസിൽ അവസര സമത്വം ഉണ്ടാകണമെന്നാണ് ഭരണഘടനയുടെ 16 ക്ലോസ് 1 പറയുന്നത്. 16 ക്ലോസ് 4 പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക്, അവിടെ പിന്നോക്ക വിഭാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്, അത് പട്ടികജാതിക്കാരല്ല എന്നൊരു വാദം നിലവിലുണ്ട്. കുറച്ച് പേര് പറയുന്നു പിന്നോക്കം എന്ന് പറയുന്നത് പട്ടികജാതിക്കാരെയും കൂടെ ചേർത്തിട്ടാണെന്നും പറയുന്നു. അപ്പോൾ 2 വാദഗതികൾ നിലവിലുണ്ട്. ഓക്കെ, പിന്നോക്കക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ നിയമനത്തിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല. അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ തടയുന്നില്ല എന്നല്ല പറഞ്ഞത്, രാഷ്ട്രത്തെ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിനെ തടയുന്നില്ല എന്നാണ് ഒരു ചർച്ച. എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല എന്നും, അവിടെ പറഞ്ഞത് OBC-കാരെ കുറിച്ചാണെന്നും, നിയമസഭയെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്, അത് പാർലമെൻറ്റിനെ കുറിച്ചുമാണ് എന്നാണ് ഒരു ചർച്ച നടക്കുന്നത്. ഇനിയാണ് നമ്മൾ സുപ്രീം കോടതിയുടെ ചർച്ചയിലേക്ക് പോവുക. ഇൻ ബാലാജി കേസ്
ബാലാജി എന്ന് പറയുന്ന കേസിൽ 37ാമത്തെ പേജാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാലാജി കേസ്, it was held that there is no doubt that Article 15 subclause 4 has been read as proviso of exception 15 subclause 1 and 29 subclause 2. അത് വളരെ ഭരണഘടനയൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 15 ക്ലോസ് 4, 15 ക്ലോസ് 1ൻ്റെ എന്തല്ല, എക്സെപ്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ 15 ക്ലോസ് 1ൽ നിന്നും മാറി നിൽക്കുന്നതല്ല 15 ക്ലോസ് 4 എന്നാണ് പറഞ്ഞത്. 15 ക്ലോസ് 1 എന്താ? മതമോ വർഗമോ ജാതിയോ ലിംഗമോ ജന്മസ്ഥലമോ കണക്കാക്കിയുള്ള വിവേചനം നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭാഷയുടെ അടിസ്ഥാനത്തിലും ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ പൗരന്മാരെ വിവേചനം നടത്താൻ പാടില്ല എന്നാണ് 15 പറയുന്നത്. ആ 15(1) പറയുന്നത് എന്താണ്? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. 15(1) പറയുന്നത് മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം അല്ലെങ്കിൽ ഇവയിലേതെങ്കിലും മാത്രം കണക്കാക്കി രാഷ്ട്രം യാതൊരു പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ല. അതാണ് 15(1) പറയുന്നത്. 15(4) എന്താ പറയുന്നത്? 29(2) അനുച്ഛേദത്തിലുള്ള യാതൊന്നും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പട്ടികജാതിക്കാർക്കും പട്ടിക ഗോത്രങ്ങൾക്കും വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല. അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് 15 ക്ലോസ് 4 പട്ടികജാതിക്കാർക്ക് മൊത്തമായി വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ പട്ടികജാതിക്കാരുടെ ഒരു വിഭാഗത്തിനെ കുറിച്ച് നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ 29 ക്ലോസ് 2, 29 സബ് ക്ലോസ് 2 എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രം സംരക്ഷിക്കുന്നതിനോ രാഷ്ട്രത്തിൻ്റെ നിധിയിൽ നിന്ന് സഹായം സ്വീകരിക്കുകയോ ആയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ യാതൊരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഉതകുന്ന ഒരു ആർട്ടിക്കിൾ അല്ല 29 ക്ലോസ് 2 എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ? ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം നടത്താൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് പട്ടികജാതിക്കാരിലെ മൊഴവായി സിഖ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനും വാത്മീകി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനും, ക്ലാസ്സിലാണ് ചേച്ചി, മൊഴവാവി സിഖ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനും പ്രത്യേക പരിരക്ഷ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഒഴിവാക്കലാണ്, അല്ലേ? ബാക്കിയുള്ള പട്ടികജാതിക്കാരെ ഒഴിവാക്കലാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ഏതാ? ഇൻ ബാലാജി കേസ് there is no doubt that Article 15 subclause 4 has to read as the proviso exception to Article 15 clause 1 and 29 subclause 2. It was observed that 15 clause 4 was inserted by the First Amendment. 15 ക്ലോസ് 4 എന്നാ കൊണ്ടുവന്നേ? 1951 ഫസ്റ്റ് അമെൻമെൻറ്റിലാണ് കൊണ്ടുവന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡിസിഷൻ ഓഫ് ചെമ്പകം ദൊരൈ രാജ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ചെമ്പകം ദൊരൈ രാജ എന്ന കേസിലാണ് 15 ക്ലോസ് 4 ചേർത്തത്. അവിടെ എന്തുവാ പറഞ്ഞത്? വിത്ത് എ വ്യൂ ടു റിമൂവ് ദ ഡിഫക്ട് പോയിന്റഡ് ബൈ ദ കോർട്ട്, നെയ്മിലി ദ ആബ്സെൻസ് ഓഫ് പ്രൊവിഷൻ ഇൻ 15 കറസ്പോണ്ടിങ് ക്ലോസ് 4 ആൻഡ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ 15 മാത്രം പോരാ, അത് 15(4) എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂടി വേണമെന്നാണ് ചെമ്പകം ദൊരൈ രാജ കേസിൽ പറഞ്ഞത്. ഇറ്റ് വാസ് ഹെൽഡ് ബൈ അനദർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ബൈ മെജോറിറ്റി ദേവദാസൻ. ദേവദാസൻ കേസിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഫർദർ ദിസ് കോർട്ട് ഹാസ് ആൾറെഡി ഹെൽഡ് ദ ക്ലോസ് 4 ഓഫ് ആർട്ടിക്കിൾ 16 ഈസ് ബൈ വേ ഓഫ് പ്രൊവൈസോ ഓർ ആൻ എക്സെപ്ഷണൽ ക്ലോസ് 1. 16 ക്ലോസ് നിലനിർത്തുന്നതോടൊപ്പം തന്നെ 16 ക്ലോസ് 1ൻ്റെ എക്സെപ്ഷനായിട്ടാണ് മാറ്റി നിർത്തിയ ഒരു സാധനമാണ് 16 ക്ലോസ് 4 എന്നാണ് ഏത് കേസിൽ പറഞ്ഞത്? ദേവദാസൻ കേസിൽ പറഞ്ഞത്. അടുത്തത്
സുബ്ബറാവു എന്ന് പറഞ്ഞ ജഡ്ജി പറഞ്ഞത് പോയിന്റഡ് ഇൻ ഹിസ് ഡിസെൻഡിങ് ഒപ്പീനിയൻ. ഡിസെൻഡിങ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരും പറഞ്ഞതിനോട് യോജിക്കാത്ത ഒപ്പീനിയൻ, അഭിപ്രായം. അതാണ് അവിടെ പറഞ്ഞത്. ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ടു 16 ക്ലോസ് 1. 16 ക്ലോസ് 1 നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല 16 ക്ലോസ് 1 എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ദിസ് വ്യൂ ഹൗവർ റിസീവ്ഡ് ആസ് എ സിവിയർ സെറ്റ് ബാക്ക് ഫ്രം ദ മെജോറിറ്റി ഡിസിഷൻ ഇൻ കേരള സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് എം എൻ തോമസ്. കേരളത്തിലൊരു കേസുണ്ടായിരുന്നു, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് എം എൻ തോമസ്. അതിൽ നിന്നും മാറിയ ഒരു ചർച്ചയാണ് സുബ്ബറാവു എന്ന് പറഞ്ഞ ജഡ്ജി നടത്തിയിട്ടുള്ളത്. ദോ ദ മെജോറിറ്റി ഇൻ ഖന്ന വേഴ്സസ് AC ഗുപ്ത സ്ട്രൈക്ക് ദ വ്യൂ ദാറ്റ് ആർട്ടിക്കിൾ 14 ഈസ് ആൻ എക്സെപ്ഷൻ. ആർട്ടിക്കിൾ 16 ക്ലോസ് 4 എന്ന് പറയുന്നത് 16 ക്ലോസ് 1 നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് എന്ന അഭിപ്രായം ഭൂരിപക്ഷം ജഡ്ജിമാരും അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 16 ക്ലോസ് 1 അഭിവാജ്യ ഘടകമാണ് 16 ക്ലോസ് 4 എന്നാണ് പറയുന്നത്. 16 ക്ലോസ് 1ഉം 4 നമ്മൾ മുമ്പേ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? 16 ക്ലോസ് 4 ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ടു ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 1 ബട്ട് ദാറ്റ് ഇറ്റ് വാസ് മെർലി ആൻ എംഫാറ്റിക് way to standing principle implicit to the article okay ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 1. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നിലവിലുള്ള എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും അവസര സമത്വം ഉണ്ടാക്കണമെങ്കിൽ സംവരണവും പിന്നോക്കാവസ്ഥയും പരിഗണിക്കണം. സാമൂഹികവും വിദ്യാഭ്യാസമായ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ ആവണങ്ങളിലും എന്തു കൊടുക്കണം? സംവരണം കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ 16 ക്ലോസ് 4 എന്ന് പറയുന്ന സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും പരിഗണിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത് നോക്കൂ. ദ സെഡ് ഫോർ ലേണഡ് ജഡ്ജസ് ഹൂസ് വ്യൂ ഹാഡ് ബീൻ റെഫേർഡ് ടു പാരാഗ്രാഫ് 713 713 എന്ന പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 1 being first of the doctrine of equality enriched in article 14 permit reasonable classification just in article 14 does. ഇവിടെ എന്താ പറഞ്ഞേ? ആർട്ടിക്കിൾ 16(1) വിശദീകരിക്കുമ്പോൾ ആർട്ടിക്കിൾ 14 എന്തുവാ പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് പറയുന്നത്. അതിനെ നടപ്പാക്കണമെങ്കിൽ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, എല്ലാവർക്കും തുല്യ അവസര സമത്വം ഉണ്ടാകണം എന്ന് പറയുന്നത് നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? 16 ക്ലോസ് 1 പ്രകാരം അവരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രത്യേകമായി തരംതിരിക്കേണ്ടതുണ്ട്. ഇൻ അവർ റെസ്പെക്റ്റബിൾ ഒപ്പീനിയൻ, ഞങ്ങളുടെ അഭിപ്രായത്തിൽ, ദ വ്യൂ ടേക്കൺ ബൈ ദ മജോറിറ്റി ഇൻ തോമസ്, കേരളത്തിൽ നിന്ന് പോകുന്ന തോമസ് കേസ് ഉണ്ടല്ലോ, ആ തോമസ് കേസ് ഈസ് കറക്റ്റ് വൺ, വളരെ ശരിയാണ്. തോമസ് കേസിലെ ജഡ്ജിമെൻറ്റ് ശരിയാണെന്ന് പറയുന്നു. അടുത്ത എന്താ പറയുന്നത്? വി ടു ബിലീവ് ദാറ്റ് ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 1 ഡസ് പെർമിറ്റ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ. ആർട്ടിക്കിൾ 16 ക്ലോസ് 1 എന്ന് പറയുന്നത് റീസണബിളായി തരംതിരിക്കലിനെ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഫോർ എൻഷുറിങ് അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വാളിറ്റി ഇൻ ദ ഓപ്പർച്യൂണിറ്റി അഷ്വേർഡ് ബൈ ഇറ്റ്. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരത്തിലെ സമത്വം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയുടെ 16 ക്ലോസ് 1 നിലനിർത്തിയിട്ടുള്ളത്. അടുത്തത് ഫോർ അഷ്വറിങ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, വീണ്ടും പറയുന്നു അവസര സമത്വം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. ഇറ്റ് മേ വെൽ ബി നെസസറി ടു സർട്ടൻ സിറ്റുവേഷൻ ടു ട്രീറ്റ് അൺഈക്വലി സിറ്റുവേറ്റഡ് പേഴ്സൺ അൺഈക്വൽ. അവിടെ എന്താ പറഞ്ഞേ? തുല്യതയല്ലാത്ത ജനങ്ങളെ തുല്യതയല്ലാത്തവരായി തന്നെ നിലനിർത്തിയാൽ മാത്രമേ അവസര സമത്വം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയും. നോട്ട് ഡൂയിങ് സോ, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വുഡ് പെർപെക്ച്വേറ്റ് ആൻഡ് ആക്സെൻറ്റുവേറ്റ് ഇൻഇക്വാളിറ്റി, ഇന്ത്യയിൽ സമൂഹത്തിൽ എന്തുണ്ടാവും? എപ്പോഴും ഇൻഇക്വാളിറ്റി, സമത്വമില്ലായ്മ നിലനിൽക്കും. അതുകൊണ്ട് 16 ക്ലോസ് 1
16 ക്ലോസ് 4 ഒക്കെ വേണം, അവസര സമത്വത്തിന് വേണ്ടിയാണ് അത് വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 16(4) ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സച്ച് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ഉള്ളൊരു തരംതിരിക്കലാണ് ആർട്ടിക്കിൾ 16(4) 16(4) എന്താ? ഏതെങ്കിലും ഒരു പിന്നോക്കാവസ്ഥയിൽപ്പെടുന്ന വിഭാഗത്തിന് സർക്കാർ ഉദ്യോഗങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ മതിയായ പ്രാതിനിധ്യത്തിന് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കാമെന്ന് പറയുന്നതാണ് 16 ക്ലോസ് 4. പുട്ട് ഇൻ ദ പ്ലേസ് ദ മാറ്റർ ബിയോണ്ട് കോൺട്രവേഴ്സറി. അതുകൊണ്ട് 16 ക്ലോസ് 4 കൂടുതൽ കോൺട്രവേഴ്സിന് എന്ന് പറഞ്ഞാൽ എതിർവാദങ്ങൾക്ക് വിധേയമാക്കേണ്ടതില്ല. The backward class of citizens are classified as a separate category deserving a special treatment in the nature of reservation. അതുകൊണ്ട് ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്നവർക്ക് പ്രത്യേകമായ കാര്യം ക്ലാസിഫൈ ചെയ്ത് പ്രത്യേക കാറ്റഗറിയിൽ നിർത്തിക്കൊണ്ട് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് എന്ന രീതിയിൽ റിസർവേഷൻ കൊടുക്കണം. എവിടെയൊക്കെ കൊടുക്കണം? അപ്പോയിൻമെൻറ്റിൽ കൊടുക്കണം. ഇൻ ദ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റുകളിൽ അവർക്ക് എന്ത് ചെയ്യണം? പ്രത്യേകമായ റിസർവേഷൻ കൊടുക്കണം. അക്കോർഡിംഗ്ലി അങ്ങനെ അതുകൊണ്ട് വി ഹോൾഡ് ദാറ്റ് ക്ലോസ് 416 ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ടു ആർട്ടിക്കിൾ 1 ഓഫ് ആർട്ടിക്കിൾ 60. അതുകൊണ്ട് 16 ക്ലോസ് 4ൻ്റെ 1ൻ്റെ എക്സെപ്ഷൻ അല്ല 16 ക്ലോസ് 4 എന്ന് പറഞ്ഞാൽ 16 ക്ലോസ് 1ഉം 16 ക്ലോസ് 4ഉം ഒന്ന് തന്നെയാണ് പറയുന്നത്. ദ സ്പീച്ച് ഓഫ് ഡോക്ടർ അംബേദ്കർ ഡ്യൂറിങ് ദ ഡിബേറ്റ് ഓൺ ദ ഡ്രാഫ്റ്റ് ആർട്ടിക്കിൾ 10(3) ആർട്ടിക്കിൾ 10 സബ് ക്ലോസ് 3 എഴുതിയപ്പോൾ മഹാനായ ഡോക്ടർ അംബേദ്കറുടെ പ്രസംഗം അവിടെ ഉദ്ധരിക്കുകയാണ്. 16 ക്ലോസ് 4നെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ്: റെഫേർഡ് ഇൻ പാരഗ്രാഫ് 693. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് ഇതിനെക്കുറിച്ച് ആധാരമായത്. ബഹുമാനപ്പെട്ട നമ്മുടെ മഹാനായ ഡോക്ടർ അംബേദ്കറുടെ റൈറ്റിംഗ് ആൻഡ് സ്പീച്ചസ് ഓഫ് ഡോക്ടർ അംബേദ്കർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, കിട്ടുന്നവർ മലയാളത്തിൽ കിട്ടുമെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതെടുത്ത് വായിക്കണം. ഷോസ് ദാറ്റ് എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ആൻഡ് അസംബ്ലി ഇൻസിസ്റ്റ് അപ്പോൺ ദ പ്രൊവിഷൻ ബീങ് മെയ്ഡ് ഫോർ എൻട്രി ടു സർട്ടൻ കമ്മ്യൂണിറ്റീസ് വിച്ച് ഹാവ് സോ ഫാർ ഹാവ് ബീൻ ഔട്ട്സൈഡ് ദ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് എന്നും അവർക്ക് പ്രത്യേക പരിരക്ഷ വേണമെന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് കമ്മിറ്റിയിൽ ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു മഹാനായ ഡോക്ടർ അംബേദ്കർ. ആൻഡ് ദാറ്റ് ഡ്രാഫ്റ്റ് ക്ലോസ് 3 വാസ് പുട്ട് ഇൻ ദ റെക്കഗ്നേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ഡിമാൻഡ്. അങ്ങനെ 10 സബ് ക്ലോസ് 3 എന്ന് പറയുന്നത് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് 39ാമത്തെ പേജ്. ഇറ്റ് വാസ് എ പ്രൊവിഷൻ വിച്ച് മസ്റ്റ് ബി റീഡ് along with ആൻഡ് ഇൻ ഹാർമണി വിത്ത് ക്ലോസ് 1. അതുകൊണ്ട് 16 ക്ലോസ് 4 എന്ന് പറയുന്ന അവസര സമത്വം ലഭിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് 16 ക്ലോസ് 4 ചേർത്ത് ഇൻഡീഡ് ആവശ്യമായി വന്നു. ഈവൻ വിത്തൗട്ട് ക്ലോസ് 4 it would have been permissible for the state to have evolved such a classification. 16 ക്ലോസ് 4 ഇല്ലെങ്കിലും മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അവകാശമുണ്ട്. ആൻഡ് മേഡ് ദ പ്രൊവിഷൻ ഫോർ റിസർവേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഇൻ ദെയർ ഫേവർ. അവർക്ക് വേണ്ടി റിസർവേഷൻ കൊടുക്കാം, അവർക്ക് വേണ്ടി അപ്പോയിൻമെൻറ്റിലും റിസർവേഷൻ കൊടുക്കാം. ക്ലോസ് ഫോർമർലി പുട്ട് ദ മാറ്റർ ബിയോണ്ട് എനി ഡൗട്ട് ഇൻ ദ സ്പെസിഫിക് ടേം. അതുകൊണ്ട് 16 ക്ലോസ് 4 വളരെ വ്യക്തമായി പറയുകയാണ്, അതിന് സംശയത്തിൻ്റെ ആവശ്യമില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് ജനങ്ങളെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ബാക്ക്വേർഡ് പൗരന്മാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഇനിയാണ് നമ്മൾ
ഈ ദിവസത്തെ ചർച്ചയിലേക്ക് പോകുന്നത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. റിഗാർഡിംഗ് ദ വ്യൂ എക്സ്പ്രസ് ബൈ ബാലാജി. ബാലാജി എന്ന് പറയുന്ന കേസിലെ വ്യൂ, അതിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് at that time it was not yet recognized by this court in Article 16 subclause 1 being a facet of Article 14 the simply permit classification. എന്താ പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും നിയമത്തിൻ്റെ തുല്യമായ പരിഗണന എല്ലാവർക്കും കിട്ടണമെന്ന് പറയുന്ന 14 എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിലനിൽക്കെ തന്നെ 16 ക്ലോസ് 1 പ്രകാരം ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തരംതിരിക്കാം. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ, സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തരംതിരിക്കൽ. വൺസ് ദിസ് ഫീച്ചേഴ്സ് വാസ് റെക്കഗ്നൈസ്ഡ് ദ തിയറി ഓഫ് ക്ലോസ് 4 ബീയിങ് ആൻ എക്സെപ്ഷൻ ടു ക്ലോസ് 1 ബിക്കം അൺടെയിനബിൾ. അപ്പോൾ 16 ക്ലോസ് 1 നിന്നും 16 ക്ലോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാനേ കഴിയത്തില്ലെന്ന് അവിടെ പറഞ്ഞു. വൺസ് ദിസ് ഫീച്ചർ വാസ് റെക്കഗ്നൈസ്ഡ് ദ തിയറി ഓഫ് ക്ലോസ് 4 ബീയിങ് ആൻ എക്സെപ്ഷൻ ടു ക്ലോസ് 1 ബിക്കം അൺടെയിനബിൾ. അപ്പോൾ 16 ക്ലോസ് 4 നിലനിർത്തി അത് എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അതുമായി ചേരുന്നതല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിസർവേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് had to be and once this feature was recognized the theory എന്താ പറഞ്ഞേ? It had to be accepted that clause 4 is an instance of classification inherent in clause 1. 16 ക്ലോസ് 4 എന്ന് പറയുന്നത് ഒരു തരംതിരിക്കലാണ്. എന്തിനു വേണ്ടി? 16 ക്ലോസ് 1 നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തരംതിരിക്കലാണ്. നൗ ഇപ്പോൾ ജസ്റ്റ് ആൻ ആർട്ടിക്കിൾ 16 subclause 1 ഈസ് എ ഫാസിറ്റ് ഓർ എലാബറേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ അണ്ടർലൈനിങ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും അവർക്ക് നിയമത്തിൻ്റെ തുല്യമായ പരിരക്ഷ ആവശ്യമാണെന്നും പറയുന്ന ആർട്ടിക്കിൾ 14 വിശദീകരിക്കുകയാണ് 16 ക്ലോസ് 1 ചെയ്യുന്നത് എന്ന് പറയുന്നു. നോക്കൂ, ജസ്റ്റ് ആസ് ആർട്ടിക്കിൾ 16 ക്ലോസ് 1 ഈസ് എ ഫസ്റ്റ് ഓർ ആൻ എലാബറേഷൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കൽ ഓഫ് പ്രിൻസിപ്പിൾ അണ്ടർലൈനിങ് ഇൻ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിനെ വിശദീകരിക്കുക മാത്രമേ ആർട്ടിക്കിൾ 16 ക്ലോസ് 1 ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 2 ഓഫ് ആർട്ടിക്കിൾ 16 ഈസ് ഓൾസോ ആൻ എലാബറേഷൻ ഓഫ് ആർട്ടിക്കിൾ 16 ക്ലോസ് 1. ആർട്ടിക്കിൾ 16 ക്ലോസ് 2 എന്ന് പറയുന്നതും 16 ക്ലോസ് 1 വിശദീകരണമാണ്. 16 ക്ലോസ് 2 ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ജീവനത്തെയോ ഉദ്യോഗത്തെയോ സംബന്ധിച്ച് മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയോ അതിലേതെങ്കിലുമോ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു പൗരനെയും അയോഗ്യനാക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? അയോഗ്യനാക്കാൻ പാടില്ല എന്നാണ് 16 ക്ലോസ് 2 പറയുന്നത്. ഇഫ് ദ ക്ലാസ് ഡസ് നോട്ട് മീൻ കാസ്റ്റ്. ക്ലാസ് എന്ന് പറയുന്നത് എന്തിനെ അർത്ഥമാക്കുന്നില്ല? ജാതിയെ അർത്ഥമാക്കുന്നില്ല എങ്കിൽ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഇഫ് ക്ലാസ് ഡസ് നോട്ട് മീൻസ് കാസ്റ്റ്, ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാസ്റ്റിന് അർത്ഥമില്ലെങ്കിൽ neither the clause 1 nor the clause 2 speak of class. അപ്പോൾ ക്ലാസ് 1ഉം ക്ലോസ് 2ഉം 16 ക്ലോസ് 1ഉം 16 ക്ലോസ് 2ഉം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലാസിനെ കുറിച്ചാണ് പറഞ്ഞത്, കാസ്റ്റിനെ കുറിച്ചല്ല. Does the contention mean that clause 1 does not permit classification and therefore clause 4 is an exception to it?
അവിടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ക്ലാസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദസ് ഫ്രം എനി പോയിന്റ് ഓഫ് വ്യൂ ദ കണ്ടൻഷൻ ഓഫ് ദ പെറ്റീഷൻ ഈസ് നോട്ട് മെറിറ്റ്. ഇപ്പോൾ പെറ്റീഷൻ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പട്ടികജാതി പഞ്ചാബിലെ ഒരു പട്ടികജാതി സംഘടനയാണ് അവിടെ കേസ് കൊടുത്തിട്ടുള്ളത്. ആ പെറ്റീഷൻ പറയുന്ന വാദത്തിന് എന്തില്ല? മെറിറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറഞ്ഞേ? കാസ് എന്ന് എവിടെ എല്ലാം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കാസ്റ്റും പെടും എന്നാണ് പറയുന്നത്. ഹലോ, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ 9 മണി കഴിഞ്ഞ് വിളിക്കാം. ശരി ശരി. ഇപ്പോൾ ഇനി പറയുന്നത് 2C. whether the article 16 subclause 4 is an exclusive or every concept of reservation. ഇനി അടുത്ത സുപ്രീം കോടതിയുടെ ചോദ്യം എന്താണെന്നറിയാമോ? 16 ക്ലോസ് 4 വെച്ചുകൊണ്ട് മാത്രം റിസർവേഷൻ പരിഗണിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നോക്കൂ, 16 ക്ലോസ് 4 ഒന്നും കൂടി വായിച്ച് കേൾപ്പിക്കാം. കാരണം കാര്യം മനസ്സിലാക്കിയാൽ മാത്രമല്ലേ അതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ കാര്യങ്ങളിൽ? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല. ഒന്ന്, രാഷ്ട്രം എന്ന പദം ഉപയോഗിച്ചു, സംസ്ഥാനം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞ എന്താണ്? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എന്ന് പറയുന്നു. അവിടെ പറഞ്ഞെന്താ? രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക്, അവിടെയും പട്ടികജാതി പട്ടികവർഗക്കാരെന്ന് പറയുന്നില്ല, പിന്നോക്കക്കാരായ പൗരന്മാർക്കെന്ന് പറയുന്നു, നിയമനങ്ങളിലോ തസ്തികകളിലോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തെ തടയുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ നിയമനങ്ങളിലും തസ്തികകളുടെയും കാര്യം മാത്രമേ പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ്റെ കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നില്ല? 16 ക്ലോസ് 4 പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കണം ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് 16 ക്ലോസ് 4 പറയുന്നു, ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് മറ്റൊരാളോട് ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും. The aspect next to be considered is whether the clause 4 is an exhaustive of very concept of reservation. റിസർവേഷൻ എന്ന് പറയുന്ന, സംവരണം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ, ആ സങ്കല്പത്തിനെ പൂർണ്ണമായും സ്വാധൂകരിക്കാൻ 16 ക്ലോസിന് 4 കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എനി റിസർവേഷൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട്സൈഡ് ക്ലോസ് 4. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 16 ക്ലോസ് 4ൻ്റെ പരിധിക്ക് പുറത്ത് നിർത്തിയും സംവരണം കൊടുക്കാൻ കഴിയുമോ, അതോ 16 ക്ലോസ് 4ന് അകത്ത് നിർത്തി മാത്രമേ സംവരണം കൊടുക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. There are two views on this aspect. ഈ 16 ക്ലോസ് 4നെ കുറിച്ച് 2 വീക്ഷണങ്ങൾ സുപ്രീം കോടതിക്കുണ്ട്. എന്താണ്? ഓൺ എ ഫുള്ളർ കൺസിഡറേഷൻ ഓഫ് ദ മാറ്റർ we are the opinion that clause 4 is not and cannot held it to be exhaustive of the concept of reservation. റിസർവേഷൻ എന്ന് പറയുന്ന എല്ലാ സങ്കല്പങ്ങളും 16 ക്ലോസ് 4നകത്തു മാത്രം നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു. ഇറ്റ് ഈസ് എക്സോസിറ്റീവ് ഓഫ് റിസർവേഷൻ ഇൻ ഫേവർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസ് അലോൺ. അവിടെ പറഞ്ഞ എന്താണ്? 16 ക്ലോസ് 4ലെ സംവരണം പിന്നോക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ SC/ST വേണ്ടി ഉള്ളതല്ല എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട്. merely because one from the classification is stated as a specific clause
അങ്ങനെ 16 എന്ന് പറയുന്നതിലെ സംവരണം ഒരു സ്പെസിഫിക് ക്ലാസ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദാറ്റ് എവരി കൺസെപ്റ്റ് ഓഫ് ദ പവർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിസിറ്റ് ഇൻ ക്ലോസ് 1 ഈസ് എക്സോസ്റ്റഡ് ദെയർ ബൈ. അപ്പോൾ 16 പറയുന്ന എല്ലാ തരംതിരിക്കലും 16 നടത്താൻ കഴിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവിടെ പറഞ്ഞത്. നോക്കൂ ആ സെൻറ്റൻസ്. ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദാറ്റ് ദ വെരി കൺസെപ്റ്റ് ഓഫ് ദ പവർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിസിറ്റ് ഇൻ ആർട്ടിക്കിൾ 1 ഈസ് എക്സോസ്റ്റഡ് ദെയർ ബൈ. അങ്ങനെ എക്സോസ്റ്റ് ആയി 16 മാത്രം ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. അടുത്തത് ടു സേ സോ, അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറയേണ്ടി വന്നാൽ വുഡ് നോട്ട് ബി കറക്റ്റ് പ്രിൻസിപ്പിൾ. എങ്ങനെ പറയേണ്ടി വന്നാൽ 14 മാത്രമായി റിസർവേഷൻ കൊടുക്കാൻ പറ്റും. 16 എല്ലാ ഘടകങ്ങളും 16 അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം എന്നാൽ വുഡ് നോട്ട് കറക്റ്റ് പ്രിൻസിപ്പിൾ. അതെന്തല്ല, കറക്റ്റ് പ്രിൻസിപ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? 16 പരിധിയിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് റിസർവേഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവിടെ പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻ ദ വെരി എക്സെപ്ഷണൽ സിറ്റുവേഷൻ. അത് ഒരു എക്സെപ്ഷണൽ, ഒരു പ്രത്യേകതരം സാഹചര്യമാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലുള്ളത്. ആൻഡ് നോട്ട് ഫോർ ഓൾ സൺട്രി റീസൺസ്. അപ്പോൾ എല്ലാ സംവരണത്തിന് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും എന്ത് പറ്റില്ല? 16 കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. ദാറ്റ് എനി ഫർദർ റിസർവേഷൻസ്, മറ്റ് റിസർവേഷനുകളും പരിഗണിക്കേണ്ടി വരും. ഓഫ് വാട്ട് എവർ കൈൻഡ് ഷുഡ് ബി പ്രൊവൈഡഡ് അണ്ടർ ക്ലോസ് 1. മറ്റ് സാഹചര്യങ്ങളൊക്കെ എവിടെ പറയുന്നു? 16 ക്ലോസ് 1 പറയുന്നു. മറ്റ് സാഹചര്യങ്ങളൊക്കെ എവിടെ പറയുന്നു? 16 ക്ലോസ് 1 പറയുന്നു. അതിൽ പറഞ്ഞത് ഇൻ സച്ച് കേസസ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദ സ്റ്റേറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ ഈഫ് കോൾഡ് അപ്പോൺ ദാറ്റ് മേക്കിംഗ് സച്ച് പ്രൊവിഷൻ വാസ് നെസസറി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്ത് വേണം? സംസ്ഥാന ഗവൺമെൻറ് പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചില പ്രൊവിഷൻസ് എഴുതി ചേർക്കും. ടു അഡ്രസ് എ സ്പെസിഫിക് സിറ്റുവേഷൻ. ആ പ്രത്യേക സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പ്രൊവിഷൻസ് എഴുതി ചേർക്കുന്നത്. ദി വെരി പ്രസൻസ് ഓഫ് ക്ലോസ് 4 ഷുഡ് ആക്ട് ആസ് എ ഡാമ്പർ അപ്പോൺ ദ പ്രൊപ്പൻസിറ്റി ടു ക്രിയേറ്റ് ഫർദർ ക്ലാസസ് ഡിസർവിങ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് എന്താണ്? ദ വെരി പ്രസൻസ് ഓഫ് ക്ലോസ് 4, 16 ക്ലോസ് 4 എന്തിനാ കൊണ്ടുവന്നേ? ഷുഡ് ആക്ട് എ ഡാമ്പർ അപ്പോൺ ദ പ്രൊപ്പൻസിറ്റി ടു ക്രിയേറ്റ് ഫർദർ ക്ലാസസ്. ബാക്ക്വേർഡ് ക്ലാസ്സിനകത്തും ബാക്ക്വേർഡ് ക്ലാസ്സിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് 16 ക്ലോസ് 4 വന്നത്. അവർക്ക് എന്ത് വേണം? സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കും. ഇതാണ് 16 ക്ലോസ് 4 ആവശ്യകത എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. ദ റീസൺ ഫോർ സേയിങ് ഈസ് സോ വെരി സിമ്പിൾ. അങ്ങനെ 16 ക്ലോസ് 4 നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത വളരെ സിമ്പിളാണ്. എന്താണ് സിമ്പിള്? If the reservation are made both under the clause 4 as well as under the clause 1, the vacancies available for free competition as well as reserved categories would be corresponding whittled down, and that is not a reasonable thing to do so. അവിടെ എന്താ പറഞ്ഞത്? റിസർവേഷൻ കാറ്റഗറിക്ക് ഓപ്പൺ മെറിറ്റും ഉണ്ട്. ഓപ്പൺ മെറിറ്റ് മത്സരിക്കുന്ന കാറ്റഗറി റിസർവേഷനും മത്സരിക്കുന്നു. അങ്ങനെ ചില കാറ്റഗറി റിസർവേഷനിൽ മാത്രം മത്സരിച്ചാൽ എന്തില്ല? അത് റീസണബിൾ അല്ല. ഈ രാജ്യ താല്പര്യത്തിന് അത് എതിരാണെന്ന് അവിടെ പറഞ്ഞു. അടുത്തത് വെദർ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 16 ഡസ് നോട്ട് പെർമിറ്റ് എ റിസർവേഷൻ. 16 ക്ലോസ് 1 എന്ന് പറയുന്ന പാരഗ്രാഫ് റിസർവേഷൻ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ 16 ക്ലോസ് 1 ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. പൊതുജീവനം സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വമാണ് 16 ക്ലോസ് 1 പറയുന്നത്. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കണം.
എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവസര സമത്വം ഉണ്ടായിരിക്കണമെന്നാണ് 16 ക്ലോസ് 1 പറയുന്നത്. അത് റിസർവേഷൻ ആണോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അവസര സമത്വം ഉണ്ടാകണമെന്ന് പറയുന്നത് റിസർവേഷൻ്റെ ഭാഗമാണോ? നോക്കൂ, ഫോർ ദ റീസൺ ഗീവൺ പ്രീസീഡിങ് പാരഗ്രാഫ്, നമ്മൾ മുമ്പേ പറഞ്ഞ പാരഗ്രാഫിൽ ചർച്ച ചെയ്ത പോലെ വി മസ്റ്റ് റിജക്റ്റ് ദ ആർഗ്യുമെന്റ് ദാറ്റ് ക്ലോസ് 1 ഓഫ് സബ് ക്ലോസ് 6 പെർമിറ്റ് ഒൺലി എക്സ്റ്റെൻഡിങ് പ്രിഫറൻസ് കൺസെഷൻ ആൻഡ് എക്സെപ്ഷൻസ്. എന്താ കൊടുക്കുന്നത്? ഭരണഘടനയുടെ 16 ക്ലോസ് 4 കൊടുക്കുന്നത് പ്രിഫറൻസുകളാണ്, കൺസെഷനുകളാണ്, എക്സെപ്ഷനുകളാണ്. ബട്ട് ഡസ് നോട്ട് പെർമിറ്റ് റിസർവേഷൻ അപ്പോയിൻമെൻറ്റ് ഓഫ് പോസ്റ്റേഴ്സ്. 16 ക്ലോസ് 1 എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗം, സെക്ഷൻ, ആർട്ടിക്കിൾ അപ്പോയിൻമെൻറ്റുകളും പോസ്റ്റുകളിൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. അവർക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്നും കൺസെഷൻ കൊടുക്കണമെന്നും എക്സെപ്ഷൻ കൊടുക്കണമെന്നും മാത്രമേ അവിടെ പറയുന്നുള്ളൂ. 16 ക്ലോസ് 1 പറയുന്നു. ആസ് പോയിന്റഡ് ഔട്ട് ഇൻ പാരഗ്രാഫ് 733, the argument that no reservation can made under article 16 ക്ലോസ് 1. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയാം, 16 ക്ലോസ് 1 എന്ത് പറയുന്നില്ല? റിസർവേഷനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? 16 ക്ലോസ് 1 ഈസ് റിയലി ഇൻസ്പയർഡ് ബൈ ഒപ്പീനിയൻ ഓഫ് പവൽ. പവൽ എന്ന് പറയുന്ന ജഡ്ജി 16 ക്ലോസ് 1 പറയുന്നത് താഴെ പറയും പ്രകാരമാണ്. നോക്കൂ, ബട്ട് ഇൻ ദ വെരി സെയിം പാരഗ്രാഫ് വി ഹാഡ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യുനാനിമസ് ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട്. ആ റിസർവേഷനെ കുറിച്ചും 16 കുറിച്ചും കോടതികൾക്ക് ഏകകണ്ഠമായൊരു അഭിപ്രായമില്ല. ബട്ട് നോക്കൂ സെൻറ്റൻസ്, ബട്ട് ഇൻ ദ വെരി സെയിം പാരഗ്രാഫ് വി വുഡ് പോയിന്റ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ യുനാനിമസ് ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട്. കോടതിയുടെ ഏകപക്ഷീയമായ അഭിപ്രായമല്ല 16 ക്ലോസ് 1 കുറിച്ച് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് എ യുനാനിമസ് ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട്, ഏകപക്ഷീയമായ അഭിപ്രായമല്ല. ഇൻ പ്രിൻസിപ്പിൾ, ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി സീ നോ ബേസിസ് ഫോർ അസീഡിങ് ടു ബി സെറ്റ് കണ്ടൻഷൻ. അങ്ങനെ പറയുന്ന കണ്ടൻഷനുകളിൽ എന്തില്ല, അതിനെ ഉറപ്പിച്ച് നമ്മൾ പറയാനും പറ്റുന്നില്ലെന്ന്. ഇൻ പ്രിൻസിപ്പിൾ വി സീ നോ ബേസിസ്, അങ്ങനെ അടിസ്ഥാനം നമുക്ക് പറയാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള വാദഗതിയെ. എന്ത് വാദഗതിയെ? 16 ക്ലോസ് 1 എന്ന് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നിരിക്കുന്ന അഭിപ്രായം എന്താണ്? അവിടെ പറഞ്ഞത് കൺസെഷനെ കൊടുക്കുന്നുള്ളൂ, എക്സെപ്ഷനെ കൊടുക്കുന്നുള്ളൂ, പരിഗണനയെ കൊടുക്കുന്നുള്ളൂ എന്ന് 16 ക്ലോസ് 1 പറഞ്ഞതിനെക്കുറിച്ച് നമുക്കെന്തില്ല, പൂർണ്ണമായും യോജിപ്പില്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായമില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. വാട്ട് കൈൻഡ് ഓഫ് സ്പെഷ്യൽ പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ഫേവർ ഓഫ് എ പർട്ടിക്കുലർ ക്ലാസ് ഈസ് ദ മാറ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഡിസൈഡ് ഹൗ റിഗാർഡിംഗ് ദ ഫാക്ട്സ് ആർ സർക്കംസ്റ്റാൻസ് ഓഫ് ഗീവൺ സിറ്റുവേഷൻ. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ, ഇത് ഇന്ദിര സോഹാനി കേസിൻ്റെ ഭാഗമാണ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല. ഇന്ദിര സോഹാനി കേസിൻ്റെ ഭാഗമായി നിലനിർത്തിക്കൊണ്ട് ഒരു ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എന്ത് പരിഗണനയാണ്, സ്പെഷ്യൽ പരിഗണനയാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു കോടതി ചർച്ച ചെയ്തിരിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. സബ്ജക്റ്റ് ഓഫ് കോഡ്സ് ഒബ്സർവേഷൻ ഓഫ് പ്രീസീഡിങ് പാരഗ്രാഫ്. ആ മുമ്പലത്തെ പാരഗ്രാഫിനെ വിലയിരുത്തിക്കൊണ്ട് എന്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചൊരു ചർച്ച പറയുന്നു. അതിനകത്ത് കുറച്ച് എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടി ഭാഗങ്ങളും ചേർത്തിട്ടുണ്ട്. അടുത്ത, ദ ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ് ബൈ PV സാവന്ത്. PV സാവന്ത് എന്ന് പറയുന്ന ജഡ്ജിയുടെ ഒപ്പീനിയൻ, അഭിപ്രായമാണ് താഴെ കൊടുക്കുന്നത്. വിത്ത് എ മെജോറിറ്റി ഡിസിഷൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് MN തോമസ്. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് MN തോമസ് എന്ന് പറയുന്ന കേസിലെ ഭൂരിപക്ഷ വിധിയുടെ അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് MN തോമസ് എന്ന് പറയുന്ന ഭൂരിപക്ഷ വിധിയുടെ അടിസ്ഥാനത്തിൽ, ഹാവിങ് കൺഫേർഡ് ദ മെജോറിറ്റി ഒപ്പീനിയൻ ഓഫ് സുബ്ബറാവു ജഡ്ജി T. ദേവദാസൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞതുപോലെ, ദ സെറ്റിൽഡ് ജുഡീഷ്യൽ വ്യൂ ഈസ് ദാറ്റ്, അംഗീകരിക്കപ്പെട്ട ജുഡീഷ്യൽ വ്യൂ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ്? ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ടു ക്ലോസ് 1. ക്ലോസ് 1 നിന്നും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല 16 ക്ലോസ് 4, 6, 16 ക്ലോസ് 1 നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല. പിന്നെന്താ പറഞ്ഞേ? Therefore, അതുകൊണ്ട്
ബട്ട് ഈസ് മെർലി ആൻ എംഫാറ്റിക് വേ ടു സ്റ്റേറ്റിംഗ് വാട്ട് ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ഇൻ ക്ലോസ് 1. അപ്പോൾ ക്ലോസ് 1 എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് 16 ക്ലോസ് 4 ചേർത്തിട്ടുള്ളത് എന്ന് സുബ്ബറാവു ജഡ്ജി പറയുന്നു. ഇക്വാളിറ്റി പോസ്റ്റുലേറ്റ് നോട്ട് മെർലി ലീഗൽ ഇക്വാളിറ്റി ബട്ട് ഓൾസോ റിയൽ ഇക്വാളിറ്റി. ഇക്വാളിറ്റി, തുല്യത എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടിങ്ങനെ പറയുന്ന ഇക്വാളിറ്റി അല്ല. യഥാർത്ഥത്തിൽ എന്ത് വേണം? ഇക്വാളിറ്റി ഈ രാജ്യത്തുണ്ടാവണം. ദ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഹാസ് ടു ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഇക്വാളിറ്റി ഓഫ് റിസൾട്ട്. ഒരു വിഷയത്തിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണോ ഉള്ളത് അതിൽ നിന്നും കൃത്യമായി എന്തുണ്ടാവണം? ഇക്വാളിറ്റിയെ തരംതിരിക്കേണ്ടതുണ്ട്. The various provisions in our constitution and particularly those of article 38, 46, 335, 338, 340 together with a preamble shows that the right to equality enshrined in our constitution is not merely a formal right or a vacacious declaration. അവിടെ എന്താ പറഞ്ഞേ? ആർട്ടിക്കിൾ 38, 46, 335, 338, 340 ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രായോഗികമായി നടപ്പാക്കേണ്ടതാണ്, വാക്കുകളുണ്ട് പറയേണ്ടതല്ല എന്നാണ് അവിടെ പറഞ്ഞത്. 38 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. ആർട്ടിക്കിൾ 38 അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം അഭിവൃദ്ധിക്കുമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ സ്ഥിതിയിലുള്ള രാഷ്ട്രം ഉണ്ടാക്കണം എന്നാണ് 38 പറയുന്നത്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. 46 നിർദ്ദേശക തത്വമാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. 46 എന്താ പറയുന്നത്? പട്ടികജാതികളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസവും സാമ്പത്തികപരമായ താല്പര്യങ്ങളും അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണഘടനയിൽ പ്രൊവിഷൻ ഉണ്ട്. അത് പ്രത്യേക നിയമനിർമ്മാണം നടത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 46ഉം 16ഉം തമ്മിലൊരു മത്സരമുണ്ടായാൽ 46 വിജയിക്കത്തില്ല, 16 വിജയിക്കും. കാരണം അത് 16 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ്, 46 എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്, 38 എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്, നിലനിൽക്കത്തില്ല. പിന്നെ നോക്കേണ്ടത് ഏതാ? 335 നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. 335 എന്ന് പറയുന്ന ഭാഗം അത് നിലനിൽക്കുമോ എന്നൊരു ചോദ്യമാണ്. അതും ഫണ്ടമെൻ്റൽ റൈറ്റുമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ 335 നിലനിൽക്കത്തില്ല. 335 എന്താ പറയുന്നത്? 335 പറയുന്നത് സർവീസുകളിലേക്കും തസ്തികകളിലേക്കും പട്ടികജാതിക്കും ഗോത്രവർഗ്ഗങ്ങൾക്കുമുള്ള അവകാശങ്ങളാണ്. അപ്പോൾ സർവീസുകളിൽ പട്ടികജാതിക്കാരെയും പട്ടികവർഗ്ഗക്കാർക്കും പ്രത്യേക സംവരണം ഏർപ്പെടുത്താം എന്ന് പറയുന്ന ഭാഗമാണ്. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ 338ആണ്. 338 എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ രൂപീകരിക്കലാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പിന്നുള്ളത് ഏതാണ്? 340ആണ്. 340 എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയും ആ കമ്മീഷൻ ആര് നിർദ്ദേശം കൊടുക്കണം? പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കണമെന്നും ആ കമ്മീഷൻ പഠിച്ചിട്ട് റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കണമെന്നും പ്രസിഡന്റ് അത് പാർലമെൻറ്റിൽ വെച്ച് ചർച്ച ചെയ്യണമെന്നും പറയുന്ന ഭാഗമാണ് 340. അതെന്തല്ല, അതും ഒരു നിയമസഭയുടെയും അധികാര പരിധിയിൽ പെടുന്നതല്ല. 335 നിയമസഭയുടെ പരിധി പെടത്തില്ല. 338 നിയമസഭയുടെ അധികാര പരിധി പെടത്തില്ല. 340 ആരുടെ അധികാരത്തിൽ പെടുന്നതാണ്? പ്രസിഡന്റിൻ്റെയും പാർലമെൻറ്റിൻ്റെയും അധികാരത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷനും വെച്ചുകൊണ്ടും ശരി തന്നെ പഞ്ചാബ് ഗവൺമെൻറ്റിന് ഇങ്ങനൊരു നിയമം പാസ്സാക്കാൻ പാടില്ല. അടുത്ത് ഓക്കെ. പിന്നെ നമ്മൾ പ്രിയാമ്പിൾ, അതും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. പ്രിയാമ്പിൾ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് മെർലി ഫോർമൽ റൈറ്റ് ഫോർ enriched in the constitution and is not merely formal right for the vocacious relation എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ 38, 46, 335, 338, 40 ഇതിലെല്ലാം ഇക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നടപ്പാക്കേണ്ടതാണ്. ഇത് വെറുതെ വാക്കുകൊണ്ട് എഴുതി വെക്കാനുള്ളതല്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് റൈറ്റ്. എന്താണ് ഇക്വാളിറ്റി എന്ന് പറയുന്ന? ഒരു പോസിറ്റീവ് റൈറ്റാണ്.
ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് അണ്ടർ ദ ഒബ്ലിഗേഷൻ ടു അണ്ടർടേക്ക് മെഷർ ടു മേക്ക് ഇറ്റ് റിയൽ ആൻഡ് എഫക്ച്വൽ. അത് യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആര് പണിയെടുക്കണം? സംസ്ഥാന ഗവൺമെൻറ് പണിയെടുക്കണം. അടുത്ത നോക്കിയേ, ഈഫ് എന്നിരുന്നാലും ദ ക്ലോസ് 4 ട്രീറ്റഡ് ആസ് ആൻ എക്സെപ്ഷൻ ടു ക്ലോസ് 1. 16 ക്ലോസ് 4 16 ക്ലോസ് 1ൻ്റെ എക്സെപ്ഷനായിട്ട് അവർ പരിഗണിക്കുന്നത്. ആൻ ഇമ്പോർട്ടൻറ്റ് ബട്ട് അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസ് ടു മേ ഫോളോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നടപ്പാക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കോൺസിക്വൻസുകൾ നമുക്ക് പിന്തുടരേണ്ടി വരും. അടുത്തത്, ദ വേർഡ് ടു ബി നോ അതർ ക്ലാസിഫിക്കേഷൻ പെർമിസിബിൾ അണ്ടർ ക്ലോസ് 1. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 16 ക്ലോസ് 1 ക്ലാസിഫിക്കേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ 14 എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്ലാസിഫിക്കേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. there would be no other classification permissible under clause 1 and clause 4 would be deemed to exhaust all exception can be made to clause 1. It would then not open to make the provision of reservation service in favor of, say, of physically handicapped army personnel and freedom fighters and their dependents on project of the person. അവിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയതും ആർമി പേഴ്സണൽക്കും ഫ്രീഡം ഫൈറ്റേഴ്സിനും അവരുടെ ഡിപ്പെൻഡൻസിനും പ്രത്യേകമായി പരിഗണന കൊടുക്കാൻ 16 ക്ലോസ് 4 പറയുന്നില്ല. സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം കിട്ടാത്തവർക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്ന് മാത്രമേ അവിടെ പറയുന്നു. അടുത്തത്, ദ ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ഇൻ ഫേവർ ഓഫ് ദ പേഴ്സൺ ബിലോങ്ങിങ് ടു ദീസ് കാറ്റഗറീസ് നോട്ട് ഹിറ്റ് ഇൻ ആർട്ടിക്കിൾ 2. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കാറ്റഗറിയിൽ ഫിസിക്കലി ചലഞ്ചഡ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആരുടെയും അവസരം കൊടുക്കുന്നതിനെ ആർട്ടിക്കിൾ 2 നിരാകരിക്കുന്നില്ല. ആർട്ടിക്കിൾ 2 അല്ല, 16 ക്ലോസ് 2 നിരാകരിക്കുന്നില്ല. അപ്പാർട്ട് ഫ്രം ദ ഫാക്ട് ദാറ്റ് they cut across all classes, the reservation in their favor are made for consideration other than that of backwardness with the meaning of clause 4. അപ്പോൾ ബാക്ക്വേർഡ്നെസ്സിനെ നിലനിർത്തിക്കൊണ്ട് മാത്രമല്ല, മോർ ബാക്ക്വേർഡ്നെസ്സിനെ നിലനിർത്തിക്കൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 16 ക്ലോസ് 4 സംവരണം കൊടുക്കുന്നത്. സം ഓഫ് ദം മേ ബിലോങ് ടു ബാക്ക്വേർഡ് ക്ലാസസ് വൈൽ സം മേ ബിലോങ് ടു ഫോർവേഡ് ക്ലാസസ്. സം ഓഫ് ദം കുറച്ച് പരിഗണന ബിലോങ് ടു ബാക്ക്വേർഡ് ക്ലാസസ്, ബാക്ക്വേർഡ് ക്ലാസ്സിന് കൊടുക്കുന്നു. വൈൽ സം മേ ബി ഫോർവേഡ് ക്ലാസസ് ഓർ ക്ലാസസ് വിച്ച് ഹാവ് ആൻ ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സർവീസ്. ജനസംഖ്യ ആനുപാതികമായി സർവീസുകൾ പ്രാതിനിധ്യം കിട്ടാത്ത എല്ലാവരെയും എന്തു ചെയ്യുന്നു? 16 ക്ലോസ് 4 അത് പിന്നോക്കമോ മുന്നോക്കമോ നോക്കാതെ പരിഗണിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ആ സെൻറ്റൻസ് നോക്കണം. സം ഓഫ് ദം മേ ബിലോങ് ടു ബാക്ക്വേർഡ് ക്ലാസസ് വൈൽ സം മേ ബിലോങ് ടു ഫോർവേഡ് ക്ലാസസ് ഓർ ക്ലാസസ് വിച്ച് ഹാവ് ആൻ ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സർവീസ്. സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത മുന്നോക്ക വിഭാഗത്തിനെയും എന്തു ചെയ്യുന്നു? ആർട്ടിക്കിൾ 14 പ്രതിനിധീകരിക്കുന്നു. മതിയായ പ്രാതിനിധ്യം കിട്ടാത്ത പിന്നോക്ക വിഭാഗത്തിനെയും ആർട്ടിക്കിൾ 14 പ്രതിനിധീകരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. നോക്കൂ, ദേ ആർ ഹൗഎവർ മോർ ഡിസഡ്വാൻറ്റേജ്ഡ് ഇൻ ദെയർ ഓൺ ക്ലാസ് വെദർ ബാക്ക്വേർഡ് ഓർ ഫോർവേഡ്. അവിടെ എന്താ പറഞ്ഞേ? ബാക്ക്വേർഡ് ക്ലാസ്സിലെയും ഫോർവേഡ് ക്ലാസ്സിലെയും ഡിസഡ്വാൻറ്റേജ് ആയ ജനവിഭാഗങ്ങളേക്കും പ്രാധാന്യം കൊടുക്കുന്നു. ഏത്? ആർട്ടിക്കിൾ 16 ക്ലോസ് 4. ആ സെൻറ്റൻസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ദേ ആർ ഹൗഎവർ മോർ ഡിസഡ്വാൻറ്റേജ് ഇൻ ദെയർ ഓൺ ക്ലാസ് വെദർ ബാക്ക്വേർഡ് ഓർ ഫോർവേഡ്. ഹെൻസ് അതുകൊണ്ട് ഈവൻ ഓൺ ദിസ് ഗ്രൗണ്ട് ഇറ്റ് വിൽ ഹാവ് ടു ബി ഹെൽഡ് ദാറ്റ് Article 16 subclause 4 curves out from various classes from whom reservation can be made a specific class. അപ്പോൾ റിസർവേഷൻ കിട്ടേണ്ട ഒരു വിഭാഗത്തിനെ പ്രത്യേകം ക്ലാസ്സുകളെ തരംതിരിക്കുന്നതിന് വേണ്ടി 16 ക്ലോസ് 4 ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. The backward class of citizens for emphasis ആൻഡ് പുട്ട് തിങ്സ് ബിയോണ്ട് ഡൗട്ട്. അതുകൊണ്ട് ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടിയാണ് 16 ക്ലോസ് 4 ഉണ്ടാക്കിയത്.
അത് ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സർക്കാർ സർവീസിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത വിഭാഗമെന്ന് സുപ്രീം കോടതി ഇൻ്റർപ്രറ്റ് ചെയ്യുകയും മുന്നോക്ക വിഭാഗക്കാർക്കെയും കൂടി ഉദ്ദേശിച്ചതാണ് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുകയും ചെയ്യുകയാണ്. 16 പിന്നോക്കക്കാർ മാത്രമല്ല, സർക്കാർ സർവീസിൽ മതിയായ പ്രാതിനിധ്യം കിട്ടാത്ത മുന്നോക്കക്കാരും ബാക്ക്വേഡ് ആണ് എന്ന് ആര് പറയുന്നു? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയും. അടുത്തത്, ഫോർ ദീസ് വെരി റീസൺസ്, ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ, ഫോർ ദീസ് വെരി റീസൺസ് ഇറ്റ് വിൽ ഓൾസോ ഹാവ് ടു ബി ഹെൽഡ് ദാറ്റ്, അതിങ്ങനെയും പറയാം, സോ ഫാർ ആസ് backward classes are concerned, the reservation from them can only be made under clause 16 subclause 4. ബാക്ക്വേഡ് ക്ലാസ്സിനെ പരിഗണിക്കുമ്പോൾ അവർക്ക് 16 ക്ലോസ് 4 വെളിച്ചത്തിലാണ് എന്ത് കൊടുക്കേണ്ടത്? സംവരണം കൊടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ആര് പറയുന്നു? ഇവിടെ സുപ്രീം കോടതി പറയും. Since they have been taken out from classes for which reservation can be made under 16 subclause 1. അങ്ങനെ കാറ്റഗറി ചെയ്യുന്നതിന് വേണ്ടി 16 ക്ലോസ് 4 അധികാരം കൊടുക്കുന്ന ആരാണ്? 16 ക്ലോസ് 1. ഹെൻസ് അതുകൊണ്ട് ആർട്ടിക്കിൾ 16 ക്ലോസ് 4 is an exclusivity of all reservations that can be made for backward classes as such. ബാക്ക്വേഡ് ക്ലാസ് ആരുണ്ടെങ്കിലും അവർക്ക് 16 ക്ലോസ് 4 വെളിച്ചത്തിൽ എന്ത് കൊടുക്കാം? സംവരണം കൊടുക്കാം. ബട്ട് എന്നാൽ ഈസ് നോട്ട് എക്സോസിറ്റീവ് റിസർവേഷൻ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫോർ ക്ലാസസ് അതർ ദാൻ ബാക്ക്വേഡ് ക്ലാസസ് അണ്ടർ ആർട്ടിക്കിൾ 16 ക്ലോസ് 1. ബാക്ക്വേഡ് ക്ലാസ് അല്ലാത്തവരെ 16 ക്ലോസ് 1 16 ക്ലോസ് 4 വെളിച്ചത്തിൽ അവരെ പരിഗണിക്കാൻ കഴിയില്ല എന്നും അവിടെ പറയും. So also no reservation can be made under article 16 subclause 4 for backward classes other than backward classes implicit in that article. നോക്കൂ, അവിടെ പറഞ്ഞുകൊണ്ട് വന്ന രീതി കണ്ടു. ബാക്ക്വേഡ് ക്ലാസസ് അതർ ദാൻ ബാക്ക്വേഡ് ക്ലാസസ്, പിന്നോക്കക്കാരിലെ പിന്നോക്കക്കാരെയാണ് 16 ക്ലോസ് 4 പരിഗണിക്കുന്നത്, അല്ലാതെ പിന്നോക്കക്കാരെ അല്ലെന്ന്. അവിടെയാണ് സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം വന്നത്. കണ്ടല്ലോ. സോ ഓൾസോ നോ റിസർവേഷൻ ക്യാൻ ബി മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ഫോർ ക്ലാസസ് അതർ ദാൻ ബാക്ക്വേഡ് ക്ലാസസ് ഇംപ്ലിസിറ്റ് ഇൻ ദി ആർട്ടിക്കിൾ. ബാക്ക്വേഡ് ക്ലാസസ് അല്ലാത്തവരെ അവിടെ പരിഗണിക്കാൻ പറ്റത്തില്ല. ദേ ഹാവ് ടു ലുക്ക് ഫോർ ദെയർ റിസർവേഷൻ ടു ആർട്ടിക്കിൾ 16. ബാക്ക്വേഡ് ക്ലാസസ് അല്ലാത്തവരെവിടെ റിസർവേഷൻ നോക്കണം? 16 ക്ലോസ് 1 റിസർവേഷനാണ് നോക്കേണ്ടത്. ഓക്കെ, അടുത്ത 42 പേജ്. ഇറ്റ് മേ ബി ആഡഡ് ഹിയർ ദാറ്റ് റിസർവേഷൻ ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് വെദർ ദേ ആർ മെയ്ഡ് ബാക്ക്വേഡ് ഓർ അതർ ക്ലാസസ്. റിസർവേഷൻ കൊടുക്കുന്നതിന് വേണ്ടി റിസർവേഷൻ ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ്, പല രീതിയിൽ റിസർവേഷൻ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? വെദർ ദേ ആർ മെയ്ഡ് ബാക്ക്വേഡ് ഓർ അതർ ക്ലാസസ്. ബാക്ക്വേഡ് ആണെങ്കിലും റിസർവേഷൻ കൊടുക്കാം, അല്ലെങ്കിലും റിസർവേഷൻ കൊടുക്കാമെന്നാണ് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു. ദേ മേ ബി കൺസിസ്റ്റ് ഓഫ് പ്രിഫറൻസസ്, കൺസെഷൻ, എക്സെപ്ഷൻ, എക്സ്ട്രാ ഫെസിലിറ്റീസ്. ഏതൊക്കെ രീതിയിൽ കൊടുക്കാം? പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം, കൺസെഷൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം, എക്സെപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം, എക്സ്ട്രാ ഫെസിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കൊടുക്കാം. ഓർ ഓഫ് ആൻ എക്സ്ക്ലൂസീവ് കോട്ട ഇൻ അപ്പോയിൻമെൻറ്റ് ആസ് പ്രസൻറ്റ് കേസ്. ഈ കേസിൽ പറയുന്നത് പോലെ ഒരു എക്സ്ക്ലൂസീവ് കോട്ടയുടെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കൊടുക്കും. വെൻ മെഷേഴ്സ് അതർ ദാൻ ആൻ എക്സ്ക്ലൂസീവ് കോട്ട ഫോർ ദ അപ്പോയിൻമെൻറ്റ് ആർ അഡോപ്റ്റഡ്. അതർ ദാൻ ആൻ എക്സ്ക്ലൂസീവ് കോട്ട, എക്സ്ക്ലൂസീവ് കോട്ട അല്ലാതെ ഒരു അപ്പോയിൻമെൻറ്റിൽ ഒരു പരിഗണന ഉണ്ടായാൽ ദേ ഫോം പാർട്ട് ഓഫ് റിസർവേഷൻ മെഷേഴ്സ് ഓഫ് ആർ ആൻസിലറി ടു നെസസറി ഫോർ അവൈലിംഗ് റിസർവേഷൻ. നോക്കൂ, ഒരു എക്സ്ക്ലൂസീവ് കോട്ടയിലെ അല്ല റിസർവേഷൻ കൊടുക്കുന്നതെങ്കിൽ, അവരെ പരിഗണിക്കുന്നെങ്കിൽ എന്ത് വേണം? അവരെ റിസർവേഷനിൽ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. വെൻ ദ മെഷേഴ്സ് അതർ ദാൻ എക്സ്ക്ലൂസീവ് കോട്ട ഫോർ ദ അപ്പോയിൻമെൻറ്റ് ആർ അഡോപ്റ്റഡ് ദേ ഫോം എ പാർട്ട് ഓഫ് റിസർവേഷൻ മെഷേഴ്സ്
or are ancillary or necessary availing reservations. Whatever the form of reservation, reservation എങ്ങനെയൊക്കെ പരിഗണിച്ചാലും ശരി തന്നെ, the backward classes have to look for them in article 16 clause 4. ബാക്ക്വേർഡ് ക്ലാസ്സസ് എവിടെ നോക്കി റിസർവേഷൻ വാങ്ങണം, എവിടെ പോയി നോക്കി കൊടുക്കണം? 16 ക്ലോസ് 4 നോക്കി റിസർവേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, 16 ക്ലോസ് 1 നോക്കിയല്ല ആർക്ക് റിസർവേഷൻ കൊടുക്കുന്നത്, പിന്നോക്കക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ അടുത്തത്, ദ ഒപ്പീനിയൻ ഓഫ് എസ് രത്തനവേൽ പാണ്ഡ്യൻ. രത്തനവേൽ പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു ജഡ്ജിയുടെ അഭിപ്രായമാണ് ഇനി പറയുന്നത്. 168ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഇൻ മൈ വ്യൂ ക്ലോസ് 4 ഓഫ് ആർട്ടിക്കിൾ 16 ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ഓഫ് ആർട്ടിക്കിൾ 16 ക്ലോസ് 1, 16 ക്ലോസ് 2, ബട്ട് ഈസ് ആൻ എനേബിളിംഗ് പ്രൊവിഷൻ ആൻഡ് പെർമിസിബിൾ ഇൻ ക്യാരക്ടർ, ഓവർ റൈഡിങ് ആർട്ടിക്കിൾ 16 ക്ലോസ് 1, 16 ക്ലോസ് 2, that it is a source of reservation for appointment of post in service so far as the backward classes or citizen is concerned, and that under clause 16 clause 1 of reservation appointment or the post can be made other sections of society such as physically handicapped. അവിടെ എന്താ പറഞ്ഞത്? അതേ ഒരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞു നോക്കൂ. ഇൻ മൈ വ്യൂ, പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ജഡ്ജി പറയുന്നു, ഇൻ മൈ വ്യൂ, എൻ്റെ നിരീക്ഷണത്തിൽ, ക്ലോസ് 4 ഓഫ് ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 16ൻ്റെ 4ാമത്തെ സബ് ക്ലോസ് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ, അത് ഒഴിവാക്കി മാറ്റി നിർത്താവുന്നല്ല. ഏതിനെ? 16 ക്ലോസ് 1 നിന്നും 2 നിന്നും മാറ്റി നിർത്താനല്ല. ഇറ്റ് ഈസ് ആൻ എനേബിളിംഗ് പ്രൊവിഷൻ. അതെന്ത്? ഒരു എനേബിളിംഗ് പ്രൊവിഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താ എനേബിളിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? വേണമെങ്കിൽ സർക്കാർ നടപ്പാക്കിയാൽ മതി, അല്ലാതെ കോടതി വഴി നടപ്പാക്കാൻ പറ്റത്തില്ല. അവിടെയാണ് എനേബിളിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കോടതി വഴി നടപ്പാക്കാം. എനേബിളിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കോടതി വഴി നടപ്പാക്കാൻ പറ്റത്തില്ല, സർക്കാർ വഴി നടപ്പാക്കാൻ പറ്റും. ആൻഡ് പെർമിസീവ് ഇൻ ക്യാരക്ടർ, ഓവർ റൈഡിങ് ആർട്ടിക്കിൾ 16 ക്ലോസ് 1, 16 ക്ലോസ് 2. 16 ക്ലോസ് 1നെയും 16 ക്ലോസ് 2നെയും മറികടന്നുകൊണ്ട് 16 ക്ലോസ് 4 ഒറ്റയ്ക്ക് നിലനിൽക്കുമെന്നാണ് പാണ്ഡ്യൻ ജഡ്ജി പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റിസർവേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഓഫ് സർവീസ്. അത് സർക്കാർ സർവീസുകളുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഉള്ള റിസർവേഷനാണ് 16 ക്ലോസ് 4 പറയുന്നത്. സോ ഫാർ ആസ് ദ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ഈസ് കൺസേൺഡ്. ആർക്ക്? പിന്നോക്ക ജനവിഭാഗത്തിന് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ മതിയായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് 16 ക്ലോസ് 4 ഉള്ളത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റിസർവേഷൻ. അത് റിസർവേഷൻ്റെ ഒരു സ്രോതസ്സാണ്. പിന്നെന്തു പറയുന്നു? അണ്ടർ ആർട്ടിക്കിൾ 16 ക്ലോസ് 1 റിസർവേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് പോസ്റ്റ് ക്യാൻ ബി മെയ്ഡ് അതർ സെക്ഷൻ. ആർക്കൊക്കെ? പിന്നോക്കക്കാരല്ലാത്തവർ സംവരണത്തിന് വേണ്ടി എവിടെ പോകണം? 16 ക്ലോസ് 1നെ ആശ്രയിക്കണം. ആരൊക്കെ? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പോലെയുള്ളവരെല്ലാം എവിടെ പോകണം? 16 ക്ലോസ് 1 നോക്കി വേണം റിസർവേഷൻ വാങ്ങാൻ എന്നാണ് പാണ്ഡ്യൻ ജഡ്ജി, ബഹുമാനപ്പെട്ട പാണ്ഡ്യൻ ജഡ്ജി പറയുന്നത്. അടുത്തെന്താ? there is a complete unanimity of judicial opinion this court that article 16 subclause 4 the state can make adequate provision for reservation of appointment or post in favor of any backward classes of citizen if in the opinion of the state such backward classes is not adequately represented in the state. ഇവിടെ എന്താ പറയുന്നത്? 16 ക്ലോസ് 4 എന്ന് പറഞ്ഞ ഭരണഘടന ഒരവകാശം സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? സർക്കാരിൻ്റെ സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പിന്നോക്ക വിഭാഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? പ്രത്യേക പ്രൊവിഷൻസ് എഴുതി ചേർത്ത് കൊണ്ട് കൊടുക്കാം. ഇൻഫാക്ട് യാഥാർത്ഥ്യത്തിൽ ബി വെങ്കട്ടരാമണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിൽ 1951 നടന്ന കേസിൽ 7 ജഡ്ജസ് ബെഞ്ച് ഓഫ് ദിസ് കോർട്ട് ഹെൽഡ് ദാറ്റ്
ഇപ്പോൾ സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ച് പറഞ്ഞു റിസർവേഷൻ ഓഫ് പോസ്റ്റ് ഇൻ ഫേവർ ഓഫ് എനി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ കനോട്ട് therefore regard as unconstitutional. നോക്കൂ, a 7 judges bench of this court held that reservation of post in favor of any backward classes, പിന്നോക്ക വിഭാഗത്തിന് റിസർവേഷൻ കൊടുക്കുന്നത് ആണെങ്കിൽ ഓഫ് സിറ്റിസൺ കനോട്ട് പറ്റില്ല, therefore be regarded as unconstitutional. ഇപ്പോൾ പറഞ്ഞെന്താ, 7 ജഡ്ജി ബെഞ്ച് പറഞ്ഞത് ഓഫ് ദിസ് കോർ ഹെൽഡ് ദാർ റിസർവേഷൻ ഓഫ് പോസ്റ്റ് ഇൻ ഫേവർ ഓഫ് എനി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ കനോട്ട്, അങ്ങനെ പറയാൻ പറ്റത്തില്ല, therefore regard as unconstitutional. 16 ഉണ്ടായതുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നോട്ട് എ സിംഗിൾ ഡിസിഷൻസ് ഓഫ് ദിസ് കോർട്ട് ഹാസ് കാസ്റ്റ് സ്ലൈറ്റസ്റ്റ് ഷാഡോ ഓഫ് ഡൗട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് റിസർവേഷൻ. അന്ന് 1951 ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, റിസർവേഷൻ കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് 1950 വെങ്കട്ടരാമണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത്. ഓക്കെ, therefore അതുകൊണ്ട് in view of the above opinion of the law, I am not inclined to embark upon an elaborate discussions on the question of ബാബു മൈക്ക് ഓൺ ആക്കരുത് കേട്ടോ. അവിടെ എന്താ പറഞ്ഞേ, therefore അതുകൊണ്ട് ഇൻ വ്യൂ ഓഫ് ദി എബോവ് പൊസിഷൻ, മുകളിൽ പറഞ്ഞ പൊസിഷൻ അനുസരിച്ച്, മുകളിൽ എന്താ പറഞ്ഞേ, 16 ക്ലോസ് 4 പ്രകാരമുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പറഞ്ഞ പൊസിഷൻ അനുസരിച്ച് ഐ ആം നോട്ട് ഇൻക്ലൈൻഡ് ടു എംബാർക്ക് അപ്പോൺ ദ എലാബറേറ്റ് ഡിസ്കഷൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ ഫർദർ. അതുകൊണ്ട് വീണ്ടും ആ ക്വസ്റ്റ്യനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഓൺ ബിഹാഫ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് it was argued that preferential treatment is given the state in certain scheduled caste and scheduled tribes. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടി ഞങ്ങൾ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ട്രൈബ്സ് നോട്ട് വയലേറ്റീവ് ആർട്ടിക്കിൾ 14, അത് 16 ക്ലോസ് 4 ലംഘനമല്ല. ഇപ്പോഴത്തെ കേസിലേക്ക് ചർച്ച വരുന്നത്. ഓക്കെ, 16 ക്ലോസ് 4 എന്ന് പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ ലംഘനമല്ല, പട്ടികജാതിയിൽപ്പെടുന്ന ഒരു ചെറിയ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ എന്നാണ് പഞ്ചാബിൻ്റെ വാദം വരുന്നത്. നോക്കൂ അടുത്തത്, ദ ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ബേസ്ഡ് ഓൺ ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ. ആ തരംതിരിക്കൽ നടത്തിയ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ഇൻ്റലിജൻസ്, ബൗദ്ധികപരമായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളരെ സമർത്ഥമായ വാദമാണ് കേട്ടോ. ദ ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ബേസ്ഡ് ഓൺ ദ ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ ഈസ് ഇന്റർ സേ ബാക്ക്വേർഡ്നെസ് ആൻഡ് ഷെയർ ഇൻ ദ പോപ്പുലേഷൻ വൈസ് വേഴ്സ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് സർവീസ്. പട്ടികജാതിക്കാരിൽ തന്നെയുള്ള ജനസംഖ്യാടിസ്ഥാനത്തിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് സർവീസിൽ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് കൊണ്ടും അവരുടെ ബൗദ്ധികപരമായ വ്യത്യാസം മനസ്സിലാക്കിയുമാണ് ഒരു പ്രത്യേകമായ പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ദ ഡിഫറൻഷ്യ ബി എസ് എ റീസണബിൾ നെക്സസ്. ആ ഡിഫറൻസ്, വ്യത്യാസം ഒരു റീസണബിൾ നെക്സസ് വിത്ത് ദ ഒബ്ജക്റ്റ് ടു അച്ചീവ്, റീസണബിളായി ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ തരംതിരിച്ചിട്ടുള്ളതും. Those who are unequal class or scheduled caste or scheduled tribe can be given benefit of reservation to ensure that benefit reaches to them guaranteed in Article 14. പട്ടികജാതിക്കാരിൽ തന്നെ എവിടാ പറഞ്ഞേക്കുന്നത്, those who are unequal classes, പട്ടികജാതിക്കാരിൽ തന്നെ തുല്യതയില്ലാത്ത ക്ലാസ്സുകളെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ക്യാൻ ബി ഗീവൺ ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ ടു എൻഷുർ ദാറ്റ് ബെനിഫിറ്റ് റീച്ചസ് to them as guaranteed under Article 14.
ആർട്ടിക്കിൾ 14 പറയുന്നത് പോലെ എല്ലാവർക്കും തുല്യത കിട്ടണമെങ്കിൽ പട്ടികജാതിക്കാരിൽ തന്നെ ഇൻ്റലിജിബിളായി പിന്നിൽ നിൽക്കുന്ന പ്രത്യേക ക്ലാസ്സിന് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പഞ്ചാബിൻ്റെ വാദം. ഫോർ ദിസ് പർപ്പസ്, അതിനുവേണ്ടി റിലയൻസ് ഹാസ് ബീൻ പ്ലേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഡിസിഷൻ. റിലയൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്, ഉറപ്പായ കാര്യങ്ങൾ താഴെ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്തിട്ടുണ്ട്? മാരി ചന്ദ്രശേഖർ റാവു വേഴ്സസ് ദീൻ സേത്ത് മെഡിക്കൽ കോളേജ് എന്ന കേസിൽ അതിനു വേണ്ടിയുള്ള ഘടകങ്ങളുണ്ട് എന്ന് പഞ്ചാബ് വാദിക്കുന്നു. നോക്കൂ, ആർട്ടിക്കിൾ 15 പറയുന്നു. ആർട്ടിക്കിൾ 15 എന്താ? ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, സെക്സ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് മതത്തിൻ്റെയോ റേസിൻ്റെയോ ജാതിയുടെയോ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നു. അതോടൊപ്പം 15(4) however enjoys that nothing in that article on in clause 2 of article 29 of the constitution shall prevent the state from making any provision, special provision of the advancement of any socially educationally backward class of citizen or scheduled caste and scheduled tribes. അവിടെ എന്താ പറയുന്നത്? രണ്ടാമത് മാത്രമല്ല 15 ക്ലോസ് 4 ഇങ്ങനെ പറയുന്നു, എൻജോയ്സ് ദാറ്റ് നത്തിങ് ഇൻ ദ ആർട്ടിക്കിൾ ക്ലോസ് 2 ഓർ ആർട്ടിക്കിൾ 29 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൽ പ്രിവെൻറ്റ്. ഭരണഘടനയുടെ 29(2) തടയുന്നില്ല. എന്ത് തടയുന്നില്ല? ദ സ്റ്റേറ്റ് ഫോർ മേക്കിംഗ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എനി സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ. സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനെ രാഷ്ട്രം തടയുന്നില്ല എന്ന് 29(2) പറഞ്ഞിട്ടുണ്ട് എന്ന് പഞ്ചാബ് വളരെ സമർത്ഥമായി വാദിക്കുന്നു. അതുകൊണ്ട് 29(2) നമുക്കൊന്ന് വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. 29(2) പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? രാഷ്ട്രം സംരക്ഷിക്കുന്നതോ രാഷ്ട്രത്തിൻ്റെ നിധിയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതോ ആയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം മതം, വർഗം, ഭാഷ എന്നിവയെയോ അവയിൽ ഏതെങ്കിലും ഒന്നിനെയോ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടുള്ളതല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ വാദവും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകട്ടെ. അടുത്തെന്താ പറഞ്ഞത്? therefore, അതുകൊണ്ട് റിസർവേഷൻ ഇൻ ഫേവർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് സിറ്റിസൺ to make them equal with other segment of community in education or job facility is mandate of the constitution. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അവരുടെ സാമൂഹികവും വിദ്യാഭ്യാസമായ പുരോഗതിക്ക് വേണ്ടി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാരെന്ന നിലയിൽ അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ അനുവദിക്കുന്നത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണ് എന്ന് സമർത്ഥമായി പഞ്ചാബ് വാദിച്ചിട്ടുണ്ട്. അടുത്ത എന്താ പറയുന്നത്? ദ ഇക്വാളിറ്റി ഈസ് ഡിക്റ്റേറ്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇക്വാളിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഡിക്റ്റേറ്ററാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന, ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന, തീരുമാനമെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 എൻഷുർ ഇക്വാളിറ്റി ഇൻ ഇറ്റ്സ് ഫുൾനെസ് ടു ഓൾ അവർ സിറ്റിസൺ. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി എന്ന് പറയുന്നതിനെ ഫുൾ ഫോമിൽ എല്ലാ രീതിയിലും ഭരണഘടന അംഗീകരിക്കുന്നു. ആർട്ടിക്കിൾ 14 എൻഷുർ ഇക്വാളിറ്റി ഇൻ ഇറ്റ്സ് ഫുൾനെസ് ഇൻ അവർ സിറ്റിസൺ. സ്റ്റേറ്റ് ഈസ് എൻജോയ്ഡ് not to deny to any person equality before law and equal protection of law within the territory of India. സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യണം? അത് സംരക്ഷിക്കണം. സംരക്ഷിക്കണം? അവരുടെ ടെറിട്ടറിക്കകത്ത് ഇക്വാളിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും എല്ലാ പൗരന്മാർക്കും കൊടുക്കുകയും വേണം. വെയർ ഇറ്റ് ഈസ് നെസസറി, എവിടെയാണോ അത് ആവശ്യമുള്ളത്. ഹൗ ഓവർ, എന്നിരുന്നാലും ഫോർ ദ പർപ്പസ് ഓഫ്
bringing about the real equality of opportunity between those who are unequal. രണ്ട് തുല്യത ഇല്ലാത്ത ജനവിഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഇക്വാളിറ്റിയും ഓപ്പർച്യൂണിറ്റിയും അവർ കൊടുക്കുന്നതിന് വേണ്ടി certain reservations are necessary. പ്രത്യേക ചില റിസർവേഷനുകൾ ആവശ്യമാണ്. ആൻഡ് ദീസ് ഷുഡ് ബി എൻഷുവർഡ്. അത് അനുവദിച്ച് തരികയും വേണമെന്ന് എൻഷുവർ ചെയ്യണം. ഇക്വാളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡൈനാമിക് കൺസെപ്റ്റ്. ഇക്വാളിറ്റി, തുല്യത എന്ന് പറയുന്ന ഒരു പദം ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതല്ല. ഇറ്റ് ഈസ് ഡൈനാമിക്. ഇത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. തുല്യത എന്ന് പറയുന്ന ഭരണഘടനയിലെ സങ്കല്പം ഇറ്റ് ഈസ് എ ഡൈനാമിക് കൺസെപ്റ്റ്. മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാശയമാണ്. വിച്ച് മസ്റ്റ് കവർ എവരി പ്രോസസ് ഓഫ് ഇക്വലൈസേഷൻ. അത് ഈ തുല്യതയുടെ എല്ലാ പ്രോസസ്സിലും ഇക്വാളിറ്റി നടപ്പാക്കുക വേണം. ഇക്വാളിറ്റി മസ്റ്റ് ബി ബിക്കം എ ലിവിങ് റിയാലിറ്റി ഫോർ ദ ലാർജ് മാസസ് ഓഫ് പീപ്പിൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇക്വാളിറ്റി വളരെ അത്യാവശ്യമായി നൽകേണ്ടതുമാണ്. ദോസ് ഹു ആർ അൺഈക്വൽ ഇൻ ഫാക്ട്, യഥാർത്ഥത്തിൽ ആരാണോ തുല്യത ഇല്ലാത്തവർ അവർക്കെല്ലാം തുല്യത കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്നാണ് പഞ്ചാബ് പറയുന്നത്. അടുത്തെന്താ പറഞ്ഞേ? കനോട്ട് ബി ട്രീറ്റഡ് ഐഡൻറ്റിക്കൽ സ്റ്റാൻഡ്സ്. തുല്യത അല്ലാത്ത രണ്ട് വിഭാഗങ്ങളെ തുല്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡ് എടുക്കാൻ ഗവൺമെൻറ് കഴിയില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരെ വെട്ടിമുറിച്ച് രണ്ട് തട്ടാക്കണമെന്ന് പഞ്ചാബ് വളരെ ശക്തമായി വാദിക്കും. ദാറ്റ് മേ ബി ഈക്വലി ഇൻ ലോ ബട്ട് ഇറ്റ് വുഡ് സർട്ടൻലി നോട്ട് റിയൽ ഇക്വാളിറ്റി. നോക്കൂ, ദാറ്റ് മേ ബി ഈക്വലി ഇൻ ലോ, അവർ നിയമത്തിലൊരു പക്ഷേ തുല്യതായിരിക്കും, പക്ഷേ അത് യഥാർത്ഥ വസ്തുതയിൽ അവരെന്തല്ല, തുല്യരല്ല. എക്സിസ്റ്റൻസ് ഓഫ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഡിപ്പെൻഡ്സ് നോട്ട് മെർലി ഓൺ ദ ആബ്സെൻസ് ഓഫ് ഡിസബിലിറ്റീസ് ബട്ട് ഓൺ ദ പ്രസൻസ് ഓഫ് എബിലിറ്റീസ്. അവിടെ എന്താ പറഞ്ഞത്? എക്സിസ്റ്റൻസ് ഓഫ് ഇക്വാളിറ്റി, ഇക്വാളിറ്റിയുടെ നിലനിൽപ്പ് എന്തിനാണ്? ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരത്തിലുള്ള സമത്വം നിലനിൽക്കുന്നത് ഡിപ്പെൻഡ് നോട്ട് മെർലി ഓൺ ദി ആബ്സെൻസ് ഓഫ് ഡിസബിലിറ്റി, ഡിസബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല അത് നിലനിൽക്കുന്നത്, ബട്ട് ഓൺ ദ പ്രസൻസ് ഓഫ് എബിലിറ്റി, കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നത് എന്നാണ് പഞ്ചാബ് പറയുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് സിംപിളി എ മാറ്റർ ഓഫ് ലീഗൽ ഇക്വാളിറ്റി. നിയമപരമായി പട്ടികജാതിക്കാരെല്ലാം ഒന്നാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സിംപിളി എ മാറ്റർ ഓഫ് ലീഗൽ ഇക്വാളിറ്റി. ഡി ജൂറെ ഇക്വാളിറ്റി മസ്റ്റ് ബി അൾട്ടിമേറ്റ്ലി ഫൈൻഡ് ഇൻ ഇറ്റ്സ് റീസൺ ഡിറ്റർ ഇൻ ഡി ഫാക്ടോ ഇക്വാളിറ്റി. ഡി ഫാക്ടോ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വസ്തുതയിൽ ഇക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഡി ഫാക്ടോ ഇക്വാളിറ്റി. ഡി ജൂറെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യതയാണോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെ തുല്യത മാത്രം നോക്കിയാൽ പോരാ, ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലെ തുല്യതയും നോക്കണമെന്ന് പഞ്ചാബ് വാദിക്കുന്നു. ദ സ്റ്റേറ്റ് മസ്റ്റ് ബി therefore resort to compulsory state action for the purpose of making people who are factually unequal in their wealth, education, social environment equal specific areas. അപ്പോൾ അതുകൊണ്ട് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം ദ സ്റ്റേറ്റ് മസ്റ്റ് therefore resort for compulsory state action. അതുകൊണ്ട് സ്റ്റേറ്റിന് നിർബന്ധമായി ഇങ്ങനൊരു ആക്ഷൻ എടുക്കേണ്ടി വന്നു. എങ്ങനെ ആക്ഷൻ എടുക്കേണ്ടി വന്നു? ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പീപ്പിൾ ഹൂ ആർ ഫാക്ച്വലി അൺഈക്വൽ, യഥാർത്ഥത്തിൽ തുല്യതയല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി. എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുല്യതയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി? വെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യതയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യതയില്ലാത്തവർക്ക് വേണ്ടി, സാമൂഹിക ഘടനയിൽ തുല്യതയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി, സോഷ്യൽ എൻവയോൺമെൻറ്റ്, സാമൂഹ്യ സാഹചര്യത്തിൽ തുല്യതയില്ലാത്തവർക്ക് വേണ്ടി, ഈക്വൽ ഇൻ സ്പെസിഫൈഡ് ഏരിയാസ്, പല മറ്റ് ഘടകങ്ങളിലും തുല്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേക പ്രൊവിഷൻ എഴുതി ചേർക്കാൻ പഞ്ചാബ് ഗവൺമെൻറ് നിർബന്ധിതമായി എന്നാണ് വാദിച്ചത്. ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഡി ഫാക്ടോ ഇൻഇക്വാളിറ്റീസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ടേക്ക് അഫർമേറ്റീവ് ആക്ഷൻ. യഥാർത്ഥ വസ്തുതയിൽ ഡി ഫാക്ടോ, ഇൻ ഫാക്ട്, യാഥാർത്ഥ്യത്തിൽ, ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഡി ഫാക്ടോ ഇൻഇക്വാളിറ്റീസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി.
യഥാർത്ഥ വസ്തുതയിൽ തുല്യത നിലനിൽക്കാത്തത് കൊണ്ട് അഫർമേറ്റീവ് ആക്ഷൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അത് വരുത്തുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കേണ്ടി വന്നു എന്നാണ് പഞ്ചാബ് വാദിക്കുന്നത്. അടുത്ത മാത്രമല്ല, ബൈ വേ ഓഫ് ഗീവിംഗ് പ്രിഫറൻസ് ആൻഡ് റിസർവേഷൻ ടു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ഡിസഡ്വാൻറ്റേജ്ഡ് പേഴ്സൺ ഓർ ഇൻഫ്ലിക്റ്റിംഗ് ഹാൻഡിക്യാപ്സ് ഓൺ ദോസ് മോർ ഡിസഡ്വാൻറ്റേജ്ഡ് പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ റിയൽ ഇക്വാളിറ്റി. എന്തിനു വേണ്ടി അതൊക്കെ ചെയ്തത്? ബൈ വേ ഓഫ് ഗീവിങ് പ്രിഫറൻസ്. അവർക്ക് എന്ത് ചെയ്തു? പ്രിഫറൻസ് കൊടുത്തു. എന്തിൽ പ്രിഫറൻസ് കൊടുത്തു? റിസർവേഷൻ കൊടുത്തു. പ്രിഫറൻസ് ആൻഡ് റിസർവേഷൻ ടു സോഷ്യലി എഡ്യൂക്കേഷണലി ഡിസഡ്വാൻറ്റേജ്ഡ് പേഴ്സൺ. ആർക്ക് കൊടുത്തു? സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ഡിസഡ്വാൻറ്റേജ് ആ പേഴ്സണിന് വേണ്ടി പ്രിഫറൻസും റിസർവേഷനും കൊടുത്തു. ആവശ്യമാണ്, അത് കൊടുത്തു. ഓർ അല്ലെങ്കിൽ ഇൻഫ്ലിക്റ്റിംഗ് ഹാൻഡിക്യാപ്സ് ഓൺ ദോസ് മോർ അഡ്വാൻറ്റേജസ് പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് റിയൽ ഇക്വാളിറ്റി. യഥാർത്ഥ തുല്യത കൊണ്ടുവരുന്നതിന് വേണ്ടി അഡ്വാൻറ്റേജസ് ആയ സ്ഥലത്ത് എന്ത് ചെയ്തു? കുറച്ച് ഹാൻഡിക്യാപ്പുകൾ ചെയ്യാൻ നിർബന്ധിതരായി. എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് അവസരം നിഷേധിക്കാൻ നിർബന്ധിതരായി. സച്ച് അഫർമേറ്റീവ് ആക്ഷൻ ദോ അപ്പാരൻ്റ്ലി ഡിസ്ക്രിമിനേറ്ററി ഈസ് കാൽക്കുലേറ്റഡ് ടു പ്രൊഡ്യൂസ് ഇക്വാളിറ്റി ഓൺ ദ ബോർഡർ ബേസിസ് ബൈ എലിമിനേറ്റിംഗ് ഡിഫാക്റ്റോ ഇക്വാളിറ്റി. ഓക്കൂ, എന്തിനാ അതൊക്കെ ചെയ്തത്? സച്ച് അഫർമേറ്റീവ് ആക്ഷൻ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ദോ അപ്പാരൻ്റ്ലി ഡിസ്ക്രിമിനേറ്ററി ഈസ് കാൽക്കുലേറ്റ് ടു പ്രൊഡ്യൂസ് ഇക്വാളിറ്റി ഓൺ ദ ബോർഡർ ബേസ് ഓർ എലിമിനേറ്റിംഗ് ഡിഫാക്റ്റോ ഇക്വാളിറ്റീസ്. യഥാർത്ഥത്തിലുള്ള തുല്യത ഇല്ലായ്മ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം പരിഗണനകൾ കൊടുക്കേണ്ടി വന്നത്. ആ സെൻറ്റൻസ് മൊത്തം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സച്ച് അഫർമേറ്റീവ് ആക്ഷൻ, മുമ്പേ പറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നത് ദോ അപ്പാരൻ്റ്ലി ഡിസ്ക്രിമിനേറ്ററി ഈസ് കാൽക്കുലേറ്റ് ടു പ്രൊഡ്യൂസ്, ഡിസ്ക്രിമിനേഷൻ അവിടെ നിലനിർത്തിയത്. ഇക്വാളിറ്റി ഓൺ ദ ബോർഡർ ബേസ് എലിമിനേറ്റിംഗ് ഡിഫാക്റ്റോ ഇക്വാളിറ്റി, യഥാർത്ഥ വസ്തുതയിലുള്ള ഇക്വാളിറ്റി ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ബോർഡർ ലൈൻ കൊണ്ടുവന്നത്. ആൻഡ് പ്ലേസിംഗ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരേ സമുദായത്തിലുള്ള വീക്കർ സെക്ഷനെ ഓൺ ഫൂട്ടിംഗ് ഈക്വൽ വിത്ത് സ്ട്രോങ്ങർ ആൻഡ് മോർ പവർഫുൾ സെക്ഷൻ സോ ദാറ്റ് ഈച്ച് മെമ്പർ ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാ വ്യക്തികളെയും ഈക്വൽ ഫൂട്ടിങ്ങിലെയും ഈക്വൽ സ്ട്രെങ്തിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പഞ്ചാബ് ഈ പണി ചെയ്തതെന്ന് പഞ്ചാബ് പറയുന്നു. വാട്ട് എവർ ഈസ് ഹിസ് ബർത്ത്, occupation, social position may enjoy equal opportunity of using full of his natural endowments. അപ്പോൾ വാട്ട് എവർ ഈസ് ഹിസ് ബർത്ത്, എവിടെ ജനിച്ചാലും എന്ന് പറഞ്ഞാൽ ഏത് ജാതിയിൽ ജനിച്ചാലും ഏത് ജോലി ചെയ്താലും ഏത് സോഷ്യൽ പൊസിഷനിൽ നിലനിന്നാലും എൻജോയ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അവർക്ക് അവസര സമത്വം ഉണ്ടാകണം. ഓഫ് യൂസിങ് ഫുൾ ഓഫ് ഹിസ് നാച്ചുറൽ എൻഡോസ്മെൻറ്റ്, പ്രകൃതി വിഭവങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്ക് അവസര സമത്വം ഉണ്ടാകണമെന്നാണ് ആ വടിവരയിട്ട സാധനങ്ങൾ പറഞ്ഞത്. ഓഫ് ഫിസിക്, ശാരീരികമായ അവസര സമത്വം ഉണ്ടാകണം. ക്യാരക്ടർ, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസര സമത്വം ഉണ്ടാകണം. ആൻഡ് ഇൻ്റലിജൻസ്, ഇൻ്റലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവണം? അവർക്ക് സമത്വം ഉണ്ടാകണം. അങ്ങനെ ഫിസിക്കിൻ്റെയും ക്യാരക്ടറിൻ്റെയും ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യത ഉണ്ടെങ്കിൽ മാത്രമേ തുല്യരെന്ന് പറയാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് ശാരീരിക ക്ഷമതയിലും സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും ബൗദ്ധികപരമായും അവരൊന്നല്ല, അവർ രണ്ടാണ് എന്ന് പഞ്ചാബ് ഗവൺമെൻറ് സ്ഥാപിച്ചു കൊണ്ടുവരികയാണ്. ഇൻ ദിസ് കണക്ഷൻ റെഫറൻസ് മേ ബി മെയ്ഡ് ടു ഒബ്സർവേഷൻസ് ദ കോർട്ട് ഇൻ പ്രദീപ് ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട് പ്രദീപ് ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 44-ാമത്തെ പേജ് വരെ പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് ചർച്ചയിൽ, ഇതൊക്കെ എഴുതി വെച്ചവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് നിർത്തുകയാണ്, സ്ക്രീൻ ഷെയറിങ് മാറ്റുകയാണ്. ഓക്കെ, ജയ് ഭീം. യെസ് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ശരി ശരി, ആയിക്കോട്ടെ സാറേ. ഞാൻ സാറ് തന്നതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ട്
അതില് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫോൾ വിത്തിൻ ബാക്ക്വേർഡ് ക്ലാസസ് അങ്ങനെ ഒരു ലൈൻ കണ്ടു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫോൾ വിത്തിൻ ബാക്ക്വേർഡ് ക്ലാസസ്. അതായത് പേജ് നമ്പർ 5 ഏറ്റവും ലാസ്റ്റ് ആണ്. അങ്ങനെ എന്തുകൊണ്ട് അവർ പറഞ്ഞു? അത് ഈ ഇ വി ചിന്നയ്യയുടെ ഒരു ഇന്ദിരാ ഷേണായുടെ ഒരു ഇതിലാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു അതാണ്. എന്നിട്ട് പറഞ്ഞേക്കണേ, there is no warrant for the submission that there cannot be a classification within the scheduled caste. ഇത് പറഞ്ഞിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അവർ പറയണേ. അല്ലല്ലോ, ഷെഡ്യൂൾഡ് കാസ്റ്റ് അവിടെ നിങ്ങൾ ഉദ്ദേശാർത്ഥം തെറ്റാ. ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും തരംതിരിക്കൽ ആവശ്യമില്ലെന്നാ ഇ വി ചിന്നയുടെ കേസിൽ പറഞ്ഞേ. ആ സെന്റൻസ് ഒന്നുകൂടെ വായിച്ചേ. The scheduled caste and scheduled tribes fall within backward classes. Full stop. There is no warrant. There is no warrant എന്ന് പറഞ്ഞ ആവശ്യമില്ല. There is no warrant. There is no warrant. അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കുക. ആയിക്കോട്ടെ സാറേ. There is no warrant the submission. There is no warrant for the submission that there cannot be a classification within the scheduled caste. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ലെന്ന് ഉള്ളതിന് അങ്ങനെയല്ലേ സാറ് പറഞ്ഞു? ആവശ്യമില്ല എന്നാണ് ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിന്റെ കേസല്ലേ? അങ്ങനെ ആവശ്യമില്ല എന്ന് പറയുന്നതിന് ഒരു നീതീകരണം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ആവാന്നല്ലേ പറഞ്ഞേ സാറേ? അല്ല സാർ, ഞാൻ കേസിന്റെ റിസൾട്ട് എന്താ? അത് 2006 കഴിഞ്ഞ കേസല്ലേ? പേജ് നമ്പർ 5 സാറേ, അവസാനത്തെ ലൈൻ. അതവിടെ നിൽക്കട്ടെ. സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസ് കഴിഞ്ഞ കേസല്ലേ? ആണ്. ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസ് 7-അംഗ ബെഞ്ചിന്റെ കേസാണ്. ആ കേസിന്റെ റിസൾട്ട് എന്താ? പട്ടികജാതി പട്ടികവർഗത്തിൽ തരംതിരിക്കൽ പാടില്ല എന്നതാണ് ആ കേസ്. ശരി, പിന്നെ എന്തിനാ ഇവിടെ കോട്ട് ചെയ്തേ? സബ്മിഷനിൽ കൊടുത്തേക്കണേ. അത് ഡിസ്കഷനാ. സബ്മിഷൻ ആയിട്ട് കൊടുത്തേക്കണു. അത് ഡിസ്കഷൻ ആണെന്ന്. അങ്ങനെയാണ് ഞാൻ കാണണ്ടല്ലേ? അത് എനിക്ക് അറിയില്ലല്ലോ. റിസൾട്ട് ആ കേസ് ഉണ്ടായത് കൊണ്ടാണ് ഈ ജഡ്ജിമെന്റ് ഇപ്പൊ എങ്ങോട്ട് പോയത്? 7-അംഗ ബെഞ്ചിലേക്ക് പോയത്. ശരി സാർ. എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് 5-അംഗ ബെഞ്ചിൽ നിന്ന് 7-അംഗ ബെഞ്ചിലേക്ക് പോയത്. ഓക്കെ, അതെ. അടുത്ത ഇനി ബഷീറും രാമചന്ദ്രനുമാണല്ലേ? രാമേന്ദ്ര സാറേ പറ കേക്കട്ടെ. ബഷീർ എടപ്പള്ളി അദ്ദേഹമാണ്. രാമേന്ദ്ര സാർ പോയോ? അല്ല സാർ, പോയിട്ടില്ല. ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കിയത് നമ്മള് തൊട്ട് മുമ്പുള്ള ദിവസങ്ങള് ഡിസ്കഷൻ നടത്തിയ പോലെ തന്നെയാണ് ഇതിലും ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്നതേ. ഈ നമ്മുടെ വാദത്തിന് അനുകൂലമായ രീതിയിലാണെന്നുള്ളത് ഇപ്പം ഉറപ്പിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ്. പഞ്ചാബിന്റെ വാദം വന്നപ്പോ നമ്മുടെ വാദത്തിന് എതിരാണ്. അതാണ് പ്രശ്നം. പക്ഷെ ഇതേപോലെ തന്നെ മറ്റൊരു പിന്നെ നേരത്തെ കണ്ടു സാറ് പറഞ്ഞ പോലെ തന്നെ മുമ്പും ഇതേപോലെ ഒരു കേസ് വന്നപ്പോ അത് ഇതേമാതിരി 5-അംഗ ബെഞ്ചിന്റേത് നേരെ 7-അംഗ ബെഞ്ചിന് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലില്ല, 5-അംഗ ബെഞ്ച് കൊണ്ട് കാര്യം തീർന്നു. പിന്നെ വേറെ 7-അംഗ ബെഞ്ചിന് അത് വിട്ടിട്ടില്ല. ഇത് പിന്നെ പഞ്ചാബ് കേസ് ആയതുകൊണ്ടാണ് അങ്ങനെ വിട്ടത് അല്ലേ? ഇപ്പോഴത്തെ കേസ് 7-അംഗ ബെഞ്ചിന് വിടുന്നത് അന്നത്തെ ജഡ്ജിമെന്റ് അല്ല 5-അംഗ ബെഞ്ചിലായതുകൊണ്ടും പഞ്ചാബിന്റെ തീരുമാനത്തിന് എതിരായതുകൊണ്ടും പഞ്ചാബിന്റെ തീരുമാനം ശരിയാണെന്ന് പറയണമെങ്കിൽ 7-അംഗ ബെഞ്ചിനെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ടാണ് 7-അംഗ ബെഞ്ചിന് വിട്ടത്. അതിലിപ്പോ ഈ ഭരണഘടനാപരമായിട്ട് അതിന് പിന്നെ സാധുത ഇല്ല എന്നുള്ളതല്ല ഇപ്പൊ നമ്മളിപ്പോ ഇതൊന്ന് ചർച്ച ചെയ്യുന്ന നമുക്ക് മനസ്സിലായത്. നമ്മൾ ബാക്കിയുള്ള ചർച്ചകളിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ 7-അംഗ ബെഞ്ച് എന്താ പറയുന്നത് അറിയും. അതിപ്പോ ഈ നമ്മളിപ്പോ ഈ ഇതിന്റെ ഒരു വിധിന്റെ സംക്ഷിപ്ത രൂപമുള്ളപ്പോ നമ്മള് വായിക്കും ഒക്കെ ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ നടപടിയായിട്ട് പിന്നെ ഈ 7-അംഗ ജഡ്ജി പാനലിനെ പിന്നെ സുപ്രീം കോടതി ജഡ്ജി ഇത് നിശ്ചയിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും. പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ശരി തന്നെ. എനിക്ക് തോന്നുന്നത് OBCക്ക് ക്രീമി ലെയർ ഏർപ്പെടുത്തിയ പോലെ ഒരു ക്രീമി ലെയർ ഏർപ്പെടുത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്.
അല്ല, അത് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുമെന്നുള്ളതല്ല പിന്നെ നമ്മൾ ഒരു ഉന്നയിക്കുന്ന ചോദ്യം. ഭരണഘടന 341 പരിധിയിൽപ്പെടുത്തിയാൽ നിലനിൽക്കത്തില്ല എന്നും വാദമുണ്ട്, അപ്പൊ ശരിക്കും ഈ പാർലമെന്റ് അങ്ങനെ ഭരണഘടനയില് ചെയ്യാമെന്നും വാദമുണ്ട്. ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പിന്നെ ഭാഗങ്ങളില് വ്യത്യസ്ത സമീപനം രേഖപ്പെടുത്തിയ മാതിരി തോന്നുന്നില്ല സാറേ. ഇങ്ങനെയും ആവാം ഈ ചട്ടങ്ങളിലും നിയമങ്ങളിലൊക്കെ പറയുന്ന പോലെ തന്നെ അതിന് അത് വിരുദ്ധമായിട്ടും അതെ, ഈ ഒരു കേസിൽ തന്നെ ഏതാണ്ട് നമ്മളിപ്പോൾ വായിച്ചപ്പോൾ ഒരു 30 കേസുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് സാധൂകരിക്കുന്ന രീതിയിലും ഒന്ന് ഇല്ലാതെ വരുത്തുന്ന രീതിയിലും നമ്മൾ ഇതിന്റെ ജഡ്ജ്മെന്റ് പാർട്ടിലേക്ക് വന്നിട്ടില്ല, ഡിസ്കഷൻ പാർട്ടാണ് ഇപ്പൊ നടക്കുന്നതല്ല. ഇനി ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമല്ലേ പിന്നെ ഈ 7-5 ബെഞ്ച് പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ അല്ലേ? ജഡ്ജ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു, 7-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ട് ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു. ഇത് ജഡ്ജ്മെന്റ് പിന്നെ ഇതിനോടനുബന്ധിച്ചല്ലേ ലാസ്റ്റ് അല്ലേ സാർ ഉണ്ടാവുക? ഇതിന്റെ അവസാനത്തെ ജഡ്ജ്മെന്റ് 7-അംഗ ബെഞ്ചിന് വിട്ടു എന്നുള്ളതാണ്. അതില് പിന്നെ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ ഭാഗം തന്നെ ഈ വിവിധ ജഡ്ജിമാര് ഓരോ നിരീക്ഷണങ്ങൾ. എന്തായാലും എത്രമാത്രം മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ വയ്യ. ഫലത്തില് ഈ ജഡ്ജിമാരെ കാഴ്ചപ്പാട് പിന്നെ നിയമത്തില് എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഈ പുതിയ നിയമം പാർലമെന്റിനോ അല്ല ഇതേപോലെ തന്നെ ജഡ്ജിമാർക്കോ പിന്നെ ന്യായീകരിക്കാവുന്നതോ വിശദമാക്കാവുന്നതോ കാണുന്നപ്പോ നമ്മൾക്ക് ഇത് മനസ്സിലാവണം. അങ്ങനെ ആകുമ്പോ എവിടെ എത്തുന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ വേറൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ ഈ സംവരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, അതായത് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമാണെങ്കിലും അതായത് ഇതിലേക്ക് എൻട്രി ആവുമ്പോഴല്ലേ അതിന്റെ പ്രയോജനം ഉള്ളൂ. വിദ്യാഭ്യാസ സമയത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്തും സർക്കാർ ജോലിയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പരീക്ഷാ സമയത്ത് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുമ്പോ അല്ലെ നിയമന സമയത്ത് അതിലല്ലേ വരുള്ളൂ, അല്ലാതെ നേരിട്ട് എഫക്ട് ആവുന്നില്ലല്ലോ ശരിക്കും. അല്ലെങ്കിൽ ഉദ്യോഗ സംവരണത്തെ കുറിച്ച് കൊണ്ടും വിദ്യാഭ്യാസ സംവരണം കൊണ്ടും വേറെ ഗുണമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് മാത്രല്ല, ഇപ്പൊ നിലവില് പിന്നെ ഈ സംവരണത്തിന്റെ രീതി പിന്നെ പട്ടികജാതിക്കാരിൽ ഇന്ന സമുദായത്തിനോ ഇന്ന വിഭാഗത്തിനോ ഇത്ര സീറ്റ് എന്നുള്ളത് എവിടെയും പറയുന്നില്ലല്ലോ. എല്ലാരും പട്ടികജാതി ലിസ്റ്റിൽ പിന്നെ ഇല്ല ഒറ്റ ലിസ്റ്റുള്ളവർക്ക് ആർക്കും ആവാം. അത് ലിസ്റ്റിനെ പ്രത്യേക സംവരണം കൊടുക്കണമെന്നതാണ് പഞ്ചാബിന്റെ വാദം. അല്ല അത് മനസ്സിലായി. ശരിക്കും ഇപ്പൊ നിലവില് ഇനിയിപ്പോ സുപ്രീം കോടതി നിയമം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുള്ളൂ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നിലവില് SC ST ഒറ്റ ലിസ്റ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അതായത് പിന്നെ OBC-ന്നോ അല്ലെങ്കിൽ അവരൊക്കെ വിശ്വകർ അങ്ങനെ പല പല കാറ്റഗറിയിലൊക്കെ അതേപോലെ പിന്നെ മുസ്ലിം എന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഈ OBC-ന്റെ ലിസ്റ്റില്. നമ്മളെ OBC ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പരിഗണിക്കുമ്പോൾ ഒറ്റ ലിസ്റ്റേ ഉള്ളൂ. അത് പിന്നെ ഈ OBC-യിൽ സാറേ മുസ്ലിംസും ഈ OBC ലിസ്റ്റിലല്ലേ വരുന്നത്? ഞാൻ പറയണേ കേക്കൂ. സെൻട്രൽ ഗവൺമെന്റ് OBC എന്ന് പറയുമ്പോൾ ഒറ്റ ലിസ്റ്റേ ഉള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് OBC എന്ന് പറയുമ്പോഴാണ് മുസ്ലിം, ഈഴവര്, ലാറ്റിൻ കത്തോലിക്കര്, ആംഗ്ലോ ഇന്ത്യക്കാര്, വിശ്വകർമ്മകര്, ധീവരര്, നാടാര് എന്ന് പറയുന്നത് ഒക്കെ വരുന്നത്. അപ്പൊ മുസ്ലിം തന്നെ ഒത്തിരി ഉണ്ട്. ഷിയ മുസ്ലിം ഉണ്ട്, സുന്നി മുസ്ലിം ഉണ്ട്, അങ്ങനെ ഒത്തിരി മുസ്ലിം ഉണ്ട്. പക്ഷെ നമ്മളതില് ഞാനിപ്പോ PS ലിസ്റ്റ് നോക്കിയതിലൊക്കെ വെറും മുസ്ലിം മാത്രമേ ഞാനും പറയുന്നത്. മുസ്ലിമിന് കൊടുക്കുന്ന റിസർവേഷൻ മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനല്ല കൊടുക്കുന്നത്, ഒത്തിരി വിഭാഗത്തിനാണ് കൊടുക്കുന്നത്. പക്ഷെ അവര് സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നില്ലല്ലോ അല്ലെ? ഇല്ല. അതുപോലെ SC സബ് ക്ലാസിഫിക്കേഷൻ നടത്തരുതെന്നാണ് നമ്മുടെ വാദം. അതെ, അത് ശരിയാണ്. സബ് ക്ലാസിഫിക്കേഷൻ മാത്രമല്ല സാറേ, SBIയില് SCയില് ബാക്ക്വേർഡ് ഉണ്ട്, പിന്നെ മോസ്റ്റ് ബാക്ക്വേർഡ് ഉണ്ട്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യരുതെന്നല്ലേ നമ്മൾ പറയണേ. അല്ലാതെ നമ്മൾ ഒരു ജാതി ഇത്ര ബാക്ക്വേർഡ് ആണ് അതുകൊണ്ട് ആ ജാതിക്ക് ഇത്ര, ഇന്ന ജാതി ഇത്ര ബാക്ക്വേർഡ് ആണ് അതുകൊണ്ട് അവർക്ക് ഇത്രയും നല്ല നമ്മൾ പറയണത്. പിന്നെ അത് ബാക്ക്വേർഡ് ഉണ്ട് സാറേ, ബാക്ക്വേർഡ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ. പിന്നെ ശരിക്കും പിന്നെ ഒരു സെൻസസ് ആയിട്ട് അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ലല്ലോ. നമ്മളെ ശരിക്ക് പിന്നെ പട്ടിക ജാതി വിഭാഗത്തിലോ പട്ടികവർഗ വിഭാഗത്തിലോ പിന്നെ സാമ്പത്തികമായിട്ട് ഉള്ള സ്ഥിതി വിവരക്കണക്കിന്റെ ഭാഗമായിട്ടേ അങ്ങനത്തെ ഒരു എനിമേഷൻ ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ഇതും സെൻസസ് നടക്കണില്ല. ഇപ്പൊ ജാതി പറഞ്ഞിട്ടുള്ള സെൻസസ് ഇല്ല എന്ന പോലെയാണ്. അതെ,
അപ്പൊ ഈ പട്ടികജാതി എന്നുള്ളത് നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയത്തിൽ മാത്രം, അതേപോലെ ഈ താലൂക്ക് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അല്ലാതെ വേറൊരു മാനദണ്ഡം ഇപ്പോഴും നിലവിലില്ലല്ലോ. ഇല്ല. അതാണ് സത്യം. അങ്ങനെ ആകുമ്പോൾ ഇല്ലാത്തൊരു വ്യവസ്ഥ എങ്ങനെ പിന്നെ സർക്കാർ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞാൽ നിയമമായി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഇപ്പത്തെ രീതി വെച്ചിട്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷന് പിന്നെ നിലവിൽ ഇല്ലാത്തതുകൊണ്ടും ഒരു നിയമം പുതിയതായിട്ടുണ്ടാകുമ്പോൾ അതിന് അനുബന്ധമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? അല്ല, ഇവരിപ്പോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കെതിരെ വരാൻ പോകുന്നത്, പട്ടികജാതിക്കാരിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരെ ഈ റിസർവേഷൻ മാറ്റി നിർത്തുക, എന്നിട്ട് പാവപ്പെട്ടവരായി കണക്കാക്കിയിട്ടുള്ള അപ്പൊ അവരുടെ ഒരു വരുമാനം ക്രീമി ലെയർ ഇപ്പം ഈഴവർക്ക് വന്ന പോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെയുള്ള ക്രീമി ജനങ്ങളെ ഒന്നിച്ചല്ല കാണുന്നത്. പട്ടികജാതിക്കാരന് 2 ലക്ഷം രൂപയും മുന്നോക്കക്കാരിലുള്ളവന് 6 ലക്ഷം രൂപ 5 ഏക്കർ ഭൂമിയാണ് അവരുടെ ഒരു റിസർവേഷൻ കിട്ടാനുള്ള പരിധി കണക്കാക്കിയേക്കണേ. നമ്മളിപ്പോ മുന്നോക്കക്കാരില് ഇപ്പൊ നിലവിലുള്ള പരിധി പിന്നെ അതർ കമ്മ്യൂണിറ്റിക്ക് 6 ലക്ഷം, SC/STക്ക് 2 ലക്ഷമാണോ സാർ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. അല്ല, പട്ടികജാതിക്ക് അല്ല, ക്രീമി ലെയർ ഇല്ല, നമുക്ക് ക്രീമി ലെയർ ഇല്ല. ഇല്ല, നമുക്ക് ക്രീമി ലെയർ ഇല്ല, നമുക്ക് ക്രീമി ലെയർ ഇല്ല. കേരള സ്റ്റേറ്റ് നടപ്പാക്കുന്ന പദ്ധതികളിൽ ഇപ്പൊ വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം കിട്ടണമെങ്കിൽ 2 ലക്ഷത്തിന്റെ താഴെ ആയിരിക്കണം വരുമാനം. അത് 1 ലക്ഷം അല്ലേ സാറേ? എന്നാ 1 ലക്ഷം ആയിക്കോട്ടെ, ഞാൻ അതിൽ സംശയം. അതിൽ കൂടുതൽ വരുമാനം ഉള്ളവരാണ് സെൻട്രൽ ഗവൺമെന്റ് സ്കീമിലേക്ക് അവര് ലിസ്റ്റ് ചെയ്യാണ്. അത് 1 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെ ആ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് അവർക്ക് കൊടുക്കണം. എല്ലാവർക്കും കിട്ടും. അല്ലെ, എന്തായാലും നമ്മള് മനസ്സിലാക്കിയൊരു കാര്യം, ഇത് നിലവില് 2 കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ഈ ഫലത്തില് 2 കാറ്റഗറിക്കും ഒരിക്കലും ഒന്നും കിട്ടാതിരിക്കാനുള്ള ഒരു തന്ത്രപരമായ സമീപനമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഇപ്പൊ തന്നെ നമ്മുടെ ആളുകള് റിസർവേഷൻ ലിസ്റ്റിലേക്ക് ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാനുള്ള ആളുകളില്ല. പല വാക്കൻസികളും അങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് ഇവിടെ വീണ്ടും അതൊരു യാഥാർത്ഥ്യം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിന്റെ ഭാഗമായിട്ട് പിന്നെ പട്ടികജാതിയിൽ 2 വിഭാഗത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് പരസ്പരം ഒരു മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ സത്വതരമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് കൂടി കാണേണ്ടി വരില്ലേ ഇങ്ങനത്തെ വിധിനെ? ആണ്, അങ്ങനെയായിരിക്കാം. പക്ഷെ ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്ത തലങ്ങളില് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പിന്നെ 2 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളത് ഒരു വിഭാഗം, ഇതിന് താഴെ ഉള്ള ഒരു വിഭാഗം. എന്തായാലും ഈ ഒരു ഡിഫറൻസ് നിലവിൽ ഇപ്പൊ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്, നമ്മളത് ഇല്ലാന്ന് പറയാൻ പറ്റൂല. എങ്കിലും ഇപ്പൊ നിലവിലൊരു വേർതിരിവില്ലാത്തത് ഈ നിയമം പിന്നെ പാർലമെന്റിൽ പാസ്സാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതി അംഗീകരിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഭാവിയിൽ അങ്ങനെ ഒരു ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. അല്ല, ഇനി നാളെ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമാനത്തിന്റെ കാര്യം ഇതൊന്നും പറഞ്ഞിട്ട് നമ്മൾ യാതൊരു മുഷിച്ചലുകളും ഇല്ല, നിങ്ങൾ പറഞ്ഞ പോലെ. ഇനി അതല്ല, നമ്മളിപ്പോ ഒരു ജാതിയിലുള്ളവരാണെങ്കിൽ ആ ജാതിയുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ വലിയ സാമ്പത്തിക ശേഷിയോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല, നമ്മുടെ ബന്ധങ്ങളും അവരായിട്ട് ഇടപഴകാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അല്ലാതെ പണക്കാരനോ പാവപ്പെട്ടവനോ ആയിട്ട് നമ്മൾ കാണുന്നില്ല. ഇവരിവിടെ എന്താ വെച്ചാൽ, സാറ് നമ്മളോട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ സോഷ്യലായിട്ട് എക്കണോമിക്കലായിട്ട് അങ്ങനെ കുറെ സ്റ്റാറ്റസുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബാക്ക്വേർഡായി നമ്മൾ ഈ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കണം. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാ ഗ്രൂപ്പുകളും. ഇപ്പൊ പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നുകയാണ് നമ്മൾ ആരെങ്കിലും ചെറിയൊരു പക്ഷം വലിയ തലത്തിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥങ്ങളായിട്ടുണ്ടാവാം, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് എത്ര മറ്റുള്ള സമൂഹത്തിലൊന്നും ഉള്ള പോലെ ഇല്ല. എന്നാൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി ഉള്ള ഒരു ഇതാണ് അവര് വന്നാലും. അത് സത്യത്തില് സാറ് പറഞ്ഞ അതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും മറ്റുള്ള വിഭാഗത്തിനെ പോലെ അത്ര ഉന്നതമായ പദവിയിലൊന്നും SC-കള് നിലവിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇല്ല. പക്ഷെ എങ്കിലും മറ്റൊരു തരത്തില് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പിന്നെ SC/ST ഉന്നതരായ കുറച്ച് വിഭാഗക്കാർ മാത്രമേ അവരാണ് കൂടുതൽ. അങ്ങനെ ഒരു വാദം കൂടി സാറേ ഇതിന്റെ മുകളിൽ വരുന്നില്ലേ? ഇപ്പൊ ഈ പഞ്ചാബ് കേസിന്റെ മുകളിൽ ഉണ്ട്.